ഹല്ലേലൂയ 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 ആമേൻ. ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഈ പകൽ കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ಇಂದು ಹಗಲಿನ ವೇಳೆಯೂ ಕೂಡ ದೇವರ ಸನ್ನಿಧಿಗೆ ಸೇರಿ ಬಂದಂತ ಎಲ್ಲರನ್ನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ವಂದಿಸ್ತಾ ಇದ್ದೇನೆ. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകന്മാർ, ವೇದಿಕೆ ಮೇಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಘನ ಸೇವಕರುಗಳು, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷേകൻ, ಭಾಷಾಂತರ ಮಾಡತಕ್ಕಂಥ ಸೇವಕರು, ഗായക സംഘം, ಆಮೇಲೆ ನಮ್ಮನ್ನ ಆರಾಧನೆ ನಡೆಸಿದಂತಹ എല്ലാവരെയും ഓർത്തുന്ന ദൈവത്തെ വാഴ്ത്തുകയാണ്. ಎಲ್ಲರನ್ನ ನೆನೆಸಿ ನಾನು ಕರ್ತನಿಗೆ ವಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಎಲ್ಲರಿಗೂ ವಂದನೆಯನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೀನಿ. ಎಲ್ಲರನ್ನ ದೇವರು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. കർത്താവിന്റെ സാന്നിധ്യം ಈ പകൽക്കാലം നമ്മുടെ ആരാധനയുടെ നടുവിലുണ്ട്. ದೇವರ ಸಾನ್ನಿಧ್ಯವು ಇಂದು ಹಗಲಿನ ವೇಳೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಹಳವಾಗಿ ಚಲಿಸುತ್ತಿದೆ. നമ്മുടെ വിഷയങ്ങൾ വലുതായിരിക്കാം, ನಮ್ಮ ಸಮಸ್ಯೆಗಳು ದೊಡ್ಡದಾಗಿರಬಹುದು, എന്നാൽ നമ്മുടെ ವಿಷಯങ്ങളെക്കാൾ വലിയവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ಆದರೆ ನಮ್ಮ ಸಮಸ್ಯೆಗಳಿಗಿಂತಲೂ ದೊಡ್ಡ ದೇವರು ಆತ ನಮ್ಮ ಸಂಗಡ ಇದ್ದಾನೆ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമുക്ക് വലുതായിരിക്കാം, ನಮ್ಮ ಸನ್ನಿವೇಶಗಳೆಲ್ಲವೂ ಬಹಳ ದೊಡ್ಡದಾಗಿ ನಮಗೆ ಕಾಣಿಸ್ತಿದೆ. എന്നാൽ അവകളെല്ലാം ചെറുതാക്കി എല്ലാ നാമത്തെക്കാൾ മേലായ നാമം ധരിച്ച യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ಆದರೆ ಸಕಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ಯೇಸುವಿನ ನಾಮವು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಿದೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് യേശുവിനെ പോലെ ആകാനാണ്. ದೇವರು ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿರುವಂತದ್ದು ಯೇಸುವಿನ ಹಾಗೆ ಆಗುವುದಕ್ಕಾಗಿಯೇ. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കേവലം ഒരു വിശ്വാസിയായിരിക്കാൻ മാത്രമല്ല, ದೇವರು ನಮ್ಮನ್ನ ಕುರಿತಾಗಿ ಬಯಸುವಂತದ್ದು ಕೇವಲ ಒಬ್ಬ ವಿಶ್ವಾಸಿಯಾಗಿ ಮುಂದುವರಿಯುವುದಕ್ಕಾಗಿ ಅಲ್ಲ, യേശുവിന്റെ ശിഷ്യനാകാനാണ്. ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕಾಗಿ. യേശുവിന്റെ ശിഷ്യനാകാനാണ്. ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕಾಗಿ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്, ശിഷ്യയാണ്. ಪಕ್ಕದಲ್ಲಿ ಇರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ನಾನು ಯೇಸುವಿನ ಶಿಷ್ಯನಾಗಿದ್ದೇನೆ, ಶಿಷ್ಯಳಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ ಆಮೆನ್. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിഷ്യന്റെ പ്രത്യേകത യേശു ചെയ്തതുപോലെ ചെയ്യുന്നതാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. ಶಿಷ್ಯನ ಪ್ರತ್ಯೇಕತೆ ಅನ್ನುವಂಥದ್ದು ತನ್ನ ಗುರುವು ಅಥವಾ ಯೇಸು ಏನ್ ಮಾಡ್ತಿದಾರೋ ಅದೇ ರೀತಿ ಮಾಡುವಂಥದ್ದಾಗಿದೆ. യേശു ഈ ലോകത്തിൽ എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനു വേണ്ടിയും, ಯೇಸು ಕ್ರಿಸ್ತನು ಈ ಲೋಕದಲ್ಲಿರತಕ್ಕಂಥ ಸಕಲ ರಕ್ಷಣೆಯ ಮಾರ್ಗದಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬರಿಗಾಗಿ ഒരു സന്ദേശം പറഞ്ഞു. ಒಂದು ಸಂದೇಶವನ್ನು ಹೇಳ್ತಾರೆ. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണം, ನೀವು ಭೂಮಿಯ ಕಟ್ಟ ಕಡೆಗೂ ಹೋಗಬೇಕು, സകല സൃഷ്ടികളോട് സുവിശേഷം പറയണം, ಸಕಲ ಜನರಿಗೆ ಸ್ವಾರ್ಥೆಯನ್ನು ಸಾರಬೇಕು, ആരൊക്കെ മാനസാന്തരപ്പെടുന്നുണ്ടോ അവരെ എല്ലാം യേശുവിന്റെ ശിഷ്യനാക്കണം, ಯಾರೆಲ್ಲ ರಕ್ಷಣೆ ಹೊಂದುತ್ತಾರೋ ಅವರೆಲ್ಲರನ್ನ ಯೇಸುವಿನ ಶಿಷ್ಯರನ್ನಾಗಿ ಮಾಡಿರಿ ಎಂಬುದಾಗಿ. മത്തായി സുവിശേഷം ಮತ್ತಾಯನ ಸುವಾರ್ತೆ 28-ാം അധ്യായം 28ನೇ ಅಧ್ಯಾಯ 19-20 ವಾಕ್യം. 19 ಮತ್ತು 20ನೇ ವಚನಗಳು. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 ವಾಕ್യം. ಮತ್ತಾಯನ ಬರೆದ ಸುವಾರ್ತೆ 28ನೇ ಅಧ್ಯಾಯದ 19-20ನೇ ವಾಕ್ಯಗಳು. യേശു പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದಂತ ಬಹಳ ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟಂತ ಒಂದು ವಚನ ಭಾಗವಾಗಿದೆ. ಆ ವಾಕ್യം ವಾയിക്കുമ്പോൾ, ಈ ವಾಕ್ಯವನ್ನ ನಾವು ಓದುವಾಗ യേശു സകല ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯರೆಲ್ಲರ ಕುರಿತಾಗಿ ಬಯಸತಕ್ಕಂತ ಒಂದು ಬಯಕೆಯನ್ನ ಇಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ. സകല ജാതികളെയും ശിഷ്യരാക്കണം, ಸಕಲ ಜನರನ್ನ ಶಿಷ್ಯರನ್ನಾಗಿ ಮಾಡಿರಿ. ഹല്ലേലൂയ ಆಮೆನ್. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. വിശ്വാസിയായ ഒരു മനുഷ്യൻ, ವಿಶ್ವಾಸಿಯಾಗಿರತಕ್ಕಂತ ಒಬ್ಬ ಭಕ್ತನು വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം ത്യജിച്ച് പിന്മാറ്റത്തിൽ പോകുമ്പോൾ, ಆಮೇಲೆ ನಂಬಿಕೆಯನ್ನ ಬಿಟ್ಟು ಹಿಂಜಾರಿ ಹೋಗುವಾಗ, ശിഷ്യനാകുന്ന ഒരു വ്യക്തി, ಶಿಷ್ಯನಾಗಿರತಕ್ಕಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ യേശുവിനെ പോലെ ആയിത്തീർന്ന് യേശുവിന്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ಯೇಸುವಿನ ಹಾಗೆ ಮುಂದುವರಿಯುತ್ತಾ ಆತನನ್ನೇ ಹಿಂಬಾಲಿಸುತ್ತಿರುತ್ತಾನೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. വിശ്വാസിയും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം, ವಿಶ್ವಾಸಿ ಹಾಗೂ ಒಬ್ಬ ಶಿಷ್ಯನಿಗಿರತಕ್ಕಂಥ ವ್ಯತ್ಯಾಸ, നമ്മൾ ഒന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ನಾವು ಒಂದು ವಿಚಾರವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ನಂಬುತ್ತಾ ಇದ್ದೇವೆ. ആ വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ, ಆ ನಂಬತಕ್ಕಂಥ ವಿಚಾರಗಳು ನಾವು ಅಂದುಕೊಂಡಂತೆ ನಡೆಯದೇ ಇರುವಾಗ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസി എന്ന പേരിന് മാറ്റം വരും. ನಮ್ಮ ನಂಬಿಕೆ ಹೊರಟೋಗುತ್ತೆ. ವಿಶ್ವಾಸಿ ಎಂಬ ಹೆಸರು ನಮ್ಮಿಂದ ಬದಲಾಗ್ತಾ ಇದೆ. വിശ്വാസം മനസ്സിൽ വരുന്ന ഒന്നാണ്. ಆಗ ನಂಬಿಕೆ ಅನ್ನುವಂಥದ್ದು ನಮ್ಮ ಮನಸ್ಸಿನೊಳಗಡೆ ಇರುವಂಥದ್ದು. ಶಿಷ್ಯತ್വം എന്ന് പറയുന്നത്, ಆದರೆ ಶಿಷ್ಯತ್ವ ಅನ್ನುವಂಥದ್ದು മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ಅದು ಮನಸ್ಸಿನಲ್ಲಿ ಮಾತ್ರ ಇರತಕ್ಕಂಥದ್ದಲ್ಲ. ಶಿಷ್ಯತ್വം ജീവിതം മുഴുവനും ವಿಧೇಯಪಡಿಸಿ ಕೊಡುക്കുന്ന ഒന്നാണ്. ಶಿಷ್ಯತ್ವ ನಮ್ಮ ಜೀವಿತವನ್ನೇ ಕ್ರಿಸ್ತನಿಗಾಗಿ ವಿಧೇಯಪಡಿಸತಕ್ಕಂಥ ಒಂದು ಹಂತವಾಗಿದೆ. അതാ ഞാൻ പറഞ്ഞത്, ഗുരുവിനെ പോലെ ആകുന്നതാണ് ശിഷ്യൻ.
ಅದಾಗಿದೆ. ಗುರುವಿನಂತೆ ಮಾರ್ಪಡುವಂತದ್ದು ಒಬ್ಬ ಶಿಷ್ಯನು. സംസാരം മാറ്റം വരും, ಅವನ ಮಾತುಕತೆಗಳಿಗೆ ವ್ಯತ್ಯಾಸ, ക്യാരക്ടർ മാറ്റം വരും, സ്വഭാവം മാറ്റം വരും, ಅವನ ಸ್ವಭಾವಗಳಿಗೆ ವ್ಯತ್ಯಾಸ ಉಂಟಾಗುತ್ತೆ, ಕಂಪ್ಲೀಟ್ ശൈലിക്ക് മാറ്റം വരും. ಕಂಪ್ಲೀಟ್ ಆಗಿ ಅವನಲ್ಲಿ ಒಂದು ಬದಲಾವಣೆ ಸಂಭವಿಸುತ್ತೆ. ഗുരു എങ്ങനെ സംസാരിക്കുന്നുവോ, ಗುರು ಯಾವ ರೀತಿ ಮಾತನಾಡುತ್ತಾನೋ അതുപോലെ ശിഷ്യനും സംസാരിക്കാൻ തുടങ്ങും. ಅದೇ ರೀತಿ ಶಿಷ್ಯನು ಕೂಡ ಮಾತನಾಡುತ್ತಾನೆ. ഗുരു എന്താ പറയുന്നേ, ಗುರು ಏನು ಹೇಳ್ತಿದ್ದಾನೋ അതുപോലെ പറയാൻ ശിഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ಅದನ್ನೇ ಅದೇ ರೀತಿ ಹೇಳುವುದಕ್ಕೆ ಶಿಷ್ಯನು ಶ್ರಮಿಸ್ತಾ ಇರ್ತಾನೆ. കാരണം ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുവിനെ പോലെ ആകാൻ ശ്രമിക്കുക എന്നതാണ്. ಕಾರಣ ಒಬ್ಬ ಶಿಷ್ಯನ ಅತ್ಯಂತ ದೊಡ್ಡ ಗುರಿ ಅನ್ನುವಂಥದ್ದು ತನ್ನ ಗುರುವಿನಂತೆ ಆಗಬೇಕೆಂಬುದೇ. ഈ പകലിൽ യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും ಇಂದು ಹಗಲಿನ ವೇಳೆ ಯೇಸುವಿನ ಹಾಗೆ ಆಗಬೇಕು ಎಂಬುದಾಗಿ ಬಯಸತಕ್ಕಂತ ನಾವೆಲ್ಲರೂ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ಈ ರೀತಿ ಹೇಳುವುದಕ್ಕೆ ಬಯಸುತ್ತೇನೆ, ನೀವು ಒಂದು ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತೀರಿ. നിങ്ങളുടെ പട്ടണത്തിന് ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ನೀವು ನಿಮ್ಮ ಪ್ರಾಂತ್ಯದಲ್ಲಿ ಅನೇಕರಿಗೆ ಅದ್ಭುತಗಳಾಗಿ ಮಾರ್ಪಡುತ್ತೀರಿ. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് അത്ഭുതമായി തീരാൻ പോകുകയാണ്. ನಿಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಅದ್ಭುತವಾಗುತ್ತೀರಿ. നിങ്ങൾ ലോക രാഷ്ട്രങ്ങൾക്ക് അത്ഭുതമായി തീരാൻ പോകുകയാണ്. ನೀವು ಲೋಕದ ಅನೇಕ ರಾಷ್ಟ್ರಗಳಿಗೆ ಅದ್ಭುತವಾಗುತ್ತೀರಿ. കാരണം യേശു ചെയ്തതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറാൻ തുടങ്ങുകയാണ്. ಕಾರಣ ಯೇಸು ಕ್ರಿಸ್ತನು ಯಾವ ರೀತಿ ಮಾಡಿದನೋ ಅದೇ ರೀತಿ ಮಾಡುವುದಕ್ಕೆ ನಾವು ಮುಂದುವರಿಯುತ್ತಾ ಇದ್ದೇವೆ. യേശുവിന്റെ ആഗ്രഹം നമ്മൾ വായിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನ ಬಯಕೆಯನ್ನು ನಾವಿಲ್ಲಿ ಓದಿದ್ದೇವೆ. സകല ജാതികളെയും ശിഷ്യരാക്കണം, ಸಕಲ ಜನರನ್ನ ಶಿಷ್ಯರನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವಂತದ್ದು. നമുക്കറിയാം, ನಮಗೆ ಗೊತ್ತಿದೆ. യേശുവിന്റെ ശിഷ്യനാകാൻ ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕೆ ಕ್ವಾಲಿಫಿಕೇಶನ್ ഒരു തടസ്സമല്ല. ಅದಕ್ಕೆ ಒಂದು ವಿದ್ಯೆಯು ಬೇಕಾಗಿಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಆಮೆನ್. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ಎಷ್ಟು ಜನ ಅದನ್ನ ನಂಬ್ತಾ ಇದ್ದಾರೆ? യേശുവിന്റെ ശിഷ്യനാകാൻ ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕೆ ക്വാളിഫിಕೇഷൻ ഒരു തടസ്സമല്ല. ನಮ್ಮ ವಿದ್ಯಾಭ್ಯಾಸ ಒಂದು ತಡೆ ಅಲ್ಲ. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് പറയും, യേശുവിന്റെ പിന്നാലെ പോകാൻ നിനക്കിത് തടസ്സമാണ്. ನಮ್ಮ ಸನ್ನಿವೇಶಗಳು ನಮಗೆ ಹೇಳುತ್ತವೆ, ಯೇಸುವಿನ ಹಿಂದೆ ಹೋಗುವುದಕ್ಕೆ ನಿನಗೆ ತಡೆ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ. വാഗ്ദത്തങ്ങൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നവരായിരിക്കാം, ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನು ಕೇಳುವವರಾಗಿದ್ದೇವೆ. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കാം, ಯೇಸುವಿನ ಹಿಂದೆ ಹೋಗುವುದಕ್ಕೆ ಮನಸ್ಸುಳ್ಳವರಾಗಿದ್ದೇವೆ, യേശു ചെയ്തതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കാം, ಯೇಸು ಮಾಡಿದಂತೆ ಮಾಡುವುದಕ್ಕೆ ನಮಗೆ ಬಯಕೆ ಇರಬಹುದು. ഇപ്പോഴും നമ്മുടെ ഉള്ളിനകത്തുള്ള ഒരു അപകർഷതാ ബോധം നമ്മെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുക, നീ പാപിയാണ്, പാപിയാണ്, പാപിയാണ്. ಆದರೂ ಈಗಲೂ ಸಮೇತ ನಮ್ಮೊಳಗಡೆ ಇರತಕ್ಕಂಥ ಒಂದು ಮನೋಭಾವ ಆಗಿದೆ, ನಾನೊಬ್ಬ ಪಾಪಿಯಾಗಿಯೇ ಇದ್ದೀನಲ್ವ ಎಂಬಂತ ಮನೋಭಾವ. അതിനേക്കാളും നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു നാണക്കേട് അത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നീ പറഞ്ഞാൽ ശരിയാകത്തില്ല. ಆಮೇಲೆ ಮಾತ್ರವಲ್ಲದೆ ನಮ್ಮೊಳಗಡೆ ಒಂದು ನಾಚಿಕೆಗೇಡಿತನ ಇರುತ್ತದೆ, ನೀನು ಎಷ್ಟೇ ಮಾಡಿದ್ರು ನಿನಗೆ ಅದು ಮಾಡಕ್ ಸಾಧ್ಯ ಇಲ್ಲ ಎಂಬಂತ ವಿಚಾರ. പ്രാർത്ഥന ശോശാമ്മയ്ക്ക് മാത്രമായിട്ടുള്ളതാണ്. ಪ್ರಾರ್ಥನೆ ಅನ್ನುವಂಥದ್ದು ಒಂದು ನಿರ್ದಿಷ್ಟ ಹೆಸರು ಹೇಳಿ ಆ ವ್ಯಕ್ತಿಗೆ ಇರುವಂತದ್ದು ಅಂತ ಅನೇಕರು ಅಂದ್ಕೊಳ್ತಾರೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതാ, നിനക്കുള്ളതല്ല. ಆಮೇಲೆ ಆ ಸನ್ನಿವೇಶ ನಮಗೆ ಹೇಳ್ತದೆ, ಪ್ರಾರ್ಥನೆ ಅನ್ನುವಂಥದ್ದು ಈ ರೀತಿ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಇರುವಂಥದ್ದು, ಅದು ನಿನಗಾಗಿ ಇರುವಂಥದ್ದಲ್ಲ ಎಂಬುದಾಗಿ. കാര്യം സാഹചര്യങ്ങൾ നിന്റെ മനസ്സിനകത്ത് പറയുമ്പോൾ, ಈ ರೀತಿಯ ಕಾರ್ಯಗಳನ್ನ ನಮ್ಮ ಸನ್ನಿವೇಶಗಳು ನಮಗೆ ಹೇಳುವಾಗ അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം ശിഷ്യരാകുന്ന ഒരു വ്യക്തിയുടെ അകത്ത് ദൈവം പകർന്നു. ಅದನ್ನ ಜಯಿಸತಕ್ಕಂತಹ ಒಂದು ಅಭಿಷೇಕವು ಶಿಷ್ಯರೊಳಗಡೆ ದೇವರು ಕೊಡುತ್ತಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ശിഷ്യനാകാൻ സാഹചര്യങ്ങൾ ഒരു തടസ്സമല്ല. ನಾನು ಆಗ್ಲೇ ಹೇಳಿದೆ, ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕಾಗಿ ನಮ್ಮ ಸನ್ನಿವೇಶಗಳಿಗೆ ತಡೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. നമുക്കറിയാവുന്ന ഒരു വ്യക്തി വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു, പത്രോസ്. ಸತ್ಯವೇದದಲ್ಲಿ ಪೇತ್ರನ ಕುರಿತಾಗಿ ನಮಗೆ ನೋಡಬಹುದಾಗಿದೆ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും നിറവും ഒക്കെ നോക്കിയാൽ അദ്ദേഹത്തെ ശിഷ്യനാക്കാൻ വളരെ സാധ്യത കുറവാണ്. ಅವನ ವಿದ್ಯಾಭ್ಯಾಸದ ಕುರಿತಾಗಿ ನೋಡುವುದಾದ್ರೆ, ಅವನ ಹಿನ್ನೆಲೆಯನ್ನು ನೋಡುವುದಾದ್ರೆ, ಅವನನ್ನೊಬ್ಬ ಶಿಷ್ಯನನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವಂಥದ್ದು ಬಹಳ ಕಷ್ಟ. അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, ഇതെല്ലാം ഒരു നല്ല ശിഷ്യനുണ്ടായിരിക്കേണ്ടിയ ക്വാളിഫിക്കേഷൻ ഒന്നും അല്ലായിരുന്നു. ಆ ಪೇತ್ರನಿಗಿದ್ದಂತಹ ಆ ಮಾತಿನ ಶೈಲಿಗಳು, ಅವನ ಒಂದೊಂದು ವ್ಯವಹಾರಗಳು ಯಾವುದು ಕೂಡ ಒಬ್ಬ ಶಿಷ್ಯನಿಗೆ ಆಮೇಲೆ ಸೇರತಕ್ಕಂತಹ, ಶಿಷ್ಯನಿಗೆ ಇರಬೇಕಾಗಿರ್ತಕ್ಕಂಥ ಸ್ವಭಾವಗಳೇ ಆಗಿರಲಿಲ್ಲ. എന്നാൽ യേശു, ಆದರೆ ಯೇಸು ಕ್ರಿಸ್ತನು അവനോട് പറഞ്ഞു, ಅವನಿಗೆ ಹೇಳ್ತಾರೆ, നീ എൻ്റെ പിന്നാലെ വാ.
ನೀನ್ ನನ್ನ ಹಿಂದೆ ಬರುವುದಾದ್ರೆ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. ನಾನು ನಿನ್ನನ್ನ ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವ ಬೆಸ್ತನನ್ನಾಗಿ ಮಾರ್ಪಡಿಸ್ತೇನೆ. സാഹചര്യത്തിനും വിപരീതമായി കർത്താവ് ഒരു വാഗ്ദത്തം അവനോട് കൈമാറുകയാണ്. ಅವನ ಸನ್ನಿವೇಶಕ್ಕೆ ವಿರುದ್ಧವಾದಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಯನ್ನ ಯೇಸು ಕ್ರಿಸ್ತನು ಅವನಿಗೆ ಪ್ರಕಟಿಸುತ್ತಿದ್ದಾನೆ. പത്രോസിന്റെ ജീവിതത്തിൽ രണ്ട് വാഗ്ദത്തമാണ് യേശു അവനോട് പറഞ്ഞിട്ടുള്ളത്. ಪೇತ್ರನ ಜೀವಿತದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಅವನಿಗೆ ಎರಡು ವಾಗ್ದಾನವನ್ನ ಮಾಡ್ತಾರೆ. ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഞാൻ പറഞ്ഞത്, ಮನುಷ್ಯനെ പിടിക്കുന്നവൻ ആക്കാമെന്ന വാഗ്ദത്തം. ಮೊದಲನೆಯ ವಾಗ್ದಾನವಾಗಿದೆ, ನಿನ್ನನ್ನು ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವ ಬೆಸ್ತನನ್ನಾಗಿ ಮಾರ್ಪಡಿಸ್ತೇನೆ ಎಂಬ ವಾಗ್ದಾನ. ആ വാക്ക് കേട്ട ഉടൻ തന്നെ യേശുവിന്റെ പിന്നാലെ താൻ വള്ളം വിട്ടു വല വിട്ടു യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി. ಆ ಶಬ್ದವನ್ನ ಕೇಳಿದ ತಕ್ಷಣವೇ ತನ್ನ ದೋಣಿ ಬಲೆ ಎಲ್ಲವನ್ನ ಬಿಟ್ಟು ಈಗ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಅವನು ಹಿಂಬಾಲಿಸಲಿಕ್ಕೆ ಶುರು ಮಾಡ್ತಾನೆ. യേശുവിന്റെ കൂടെ നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി. ಹೀಗೆ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ತನ್ನ ಜೀವಿತವನ್ನು ಶುರು ಮಾಡಿದಾಗ ತನ್ನ ಸ್ವಭಾವಗಳಿಗೆ ಬದಲಾವಣೆ ಉಂಟಾಗಲಿಕ್ಕೆ ಶುರುವಾಯಿತು. യേശു അത് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടാമതൊരു വാഗ്ദത്തം കൂടെ പത്രോസിന് കൊടുത്തു. ಯೇಸು ಆ ಸ್ವಭಾವಗಳು ಬದಲಾಗುವಂತದನ್ನ ನೋಡಿದಾಗ ಅವನಿಗೆ ಎರಡನೇ ವಾಗ್ದಾನವನ್ನ ಕೊಡುತ್ತಿದ್ದಾರೆ. പത്രോസേ, നീ പാറയാണ്. ಪೇತ್ರನೇ, ನೀನು ಬಂಡೆಯಾಗಿದ್ದೀಯಾ. ഞാൻ എന്റെ സഭയെ പണിയും. ಇದರ ಮೇಲೆ ನನ್ನ ಸಭೆಯನ್ನ പാതാള ಕಟ್ಟುವೆನು. ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ಪಾತಾಳದ ಶಕ್ತಿಗಳು ಅದನ್ನ ಜಯಿಸಲಾರವು. സാഹചര്യങ്ങൾ നോക്കിയല്ല കുഞ്ഞേ ദൈവം വാഗ്ദത്തം നൽകുന്നത്. ಸನ್ನಿವೇಶಗಳನ್ನ ನೋಡಿ ಅಲ್ಲ ನಮಗೆ ಆತನು ವಾಗ್ದಾನ ಮಾಡುವಂತದ್ದು. സാഹചര്യങ്ങൾക്കെല്ലാം വിപരീതമായി കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തരാൻ ആഗ്രഹിക്കുന്നു. ಸನ್ನಿವೇಶಗಳಿಗೆ ವಿರುದ್ಧಾರ್ಥಕವಾದಂತಹ ವಾಗ್ದಾನಗಳನ್ನು ಆತ ನಮಗೆ ಕೊಡುವ മനുഷ്യരെಲ್ಲ മാറ്റി നിർത്തുന്നിടത്ത് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ಮನುಷ್ಯರೆಲ್ಲರೂ ನಮ್ಮನ್ನ ತಳ್ಳಿ ಬಿಡುವಾಗ ಆಮೇಲೆ ನಮ್ಮನ್ನ ಸೇರಿಸಿಕೊಳ್ಳತಕ್ಕಂತ ಒಬ್ಬ ದೇವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വിശ്വസിക്കുന്നവർ ആ കരം തട്ടി ശക്തിയോടെ ಕರಗಳನ್ನ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കുക. ಶಕ್ತವಾಗಿ ಆತನನ್ನು ಆರಾಧಿಸಿರಿ. ಹಲ್ಲೆಲೂಯ. യേശു വാഗ്ദത്തം കൊടുത്തതോടെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് കംപ്ലീറ്റ് മാറ്റം വരികയാണ്. ಹೀಗೆ ಆ ಎರಡನೇ ವಾಗ್ದಾನವನ್ನು ಕೊಟ್ಟ ತಕ್ಷಣ ಪೇತ್ರನ ಸ್ವಭಾವಗಳಿಗೆ ಬದಲಾವಣೆಗಳು ಸಂಭವಿಸ್ತಾ ಇದೆ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ശിഷ്യനാകാൻ ഒരു സാഹചര്യങ്ങളൊന്നും തടസ്സമായിട്ട് ഇരിക്കത്തില്ല. ನಾನಾಗ್ಲೇ ಹೇಳಿದೆ, ಯೇಸುವಿನ ಶಿಷ್ಯನಾಗಿ ಮುಂದುವರಿಯಲು ನಮ್ಮ ಸನ್ನಿವೇಶಗಳಿಗೆ ನಮ್ಮನ್ನು ತಡೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. യേശുവിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവിനെ പോലെ പത്രോസിനെയും ആക്കി തീർക്കുക എന്ന്. ಯೇಸು ಸ್ವಾಮಿಗೆ ಇದ್ದಂತ ಒಂದು ಗುರಿಯಾಗಿತ್ತು, ನನ್ನಂತೆ ಈ ಪೇತ್ರನನ್ನ ಮಾರ್ಪಡಿಸಬೇಕು. വാഗ്ദത്തം കൊടുത്ത പത്രോസിനോടുത്ത കർത്താവ് വേറൊരു വാക്കുകൂടെ പറഞ്ഞു. ಆಮೇಲೆ ವಾಗ್ದಾನವನ್ನ ಪೇತ್ರನಿಗೆ ಕೊಟ್ಟ ನಂತರ ಯೇಸು ಸ್ವಾಮಿ ಇನ್ನೊಂದು ಮಾತನ್ನ ಕೂಡ ಹೇಳ್ತಾರೆ, കുഞ്ഞേ, നീ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ನೀನು ಈ ವಾಗ್ದಾನಕ್ಕಾಗಿ ಕಾಯಬೇಕು. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ಈ ವಾಗ್ದಾನಕ್ಕಾಗಿ ನೀನು ಕಾಯತಕ್ಕದ್ದು. പൊതുവായി പറഞ്ഞ വാക്കാണെങ്കിലും പത്രോസ് അത് ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിനായി അദ്ദേഹം കാത്തിരുന്നു. ಹೀಗೆ ಎಲ್ಲರ ಸಂಗಡ ಹೇಳಿದ ವಾಗ್ದಾನವಾದರೂ ಸಮೇತ ಪೇತ್ರನು ಆ ವಾಗ್ದಾನವನ್ನು ತೆಗೆದುಕೊಂಡನು. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അഭിഷക്തന്മാർ കൂടിയിരിക്കുന്ന കൂട്ടായ്മയുടെ നടുവിൽ പത്രോസും കൂടിയിരിക്കുകയാണ്. ಹೀಗೆ ಅಪೊಸ್ತಲರುಗಳು ಹಾಗೂ ಇನ್ನಿತರೆ ಜನರು ಸೇರಿ ಬಂದಂತಹ ಆ ಒಂದು ಪ್ರಾರ್ಥನಾ ಕೂಟದಲ್ಲಿ ಪೇತ್ರನು ಸಹ ಬಂದು ಕುಳಿತಿದ್ದಾನೆ. 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അഭിഷക്തനായ പത്രോസ് അഭിഷേകത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് ദൂതിൻ പ്രകാരം വാഗ്ദത്തത്തിൻ പ്രകാരം പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ಹೀಗೆ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 2ನೇ ಅಧ್ಯಾಯ 14ನೇ ವಚನದಲ್ಲಿ ಪೇತ್ರನು ಆ ವಾಗ್ದಾನ ಸಹಿತವಾದ ಪವಿತ್ರಾತ್ಮನನ್ನು ಹೊಂದಿದ ನಂತರ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಶುರು ಮಾಡಿದನು. നോക്കണം, ഭീരുത്വത്തിലിരുന്ന പത്രോസ്, ನೋಡಿ, ಹೇಳಿತನದಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಂತಹ ಈ ಪೇತ್ರನು, മാറിയിരുന്ന പത്രോസ്, ಆಮೇಲೆ ಬದಿಗೆ ನಿಲ್ಲುತ್ತಿದ್ದಂತಹ ಈ ಪೇತ್ರನು, കഴിവില്ലെന്ന് പറഞ്ഞ പത്രോസ്, ಸಾಮರ್ಥ್ಯವಿಲ್ಲ ಅಂತ ಹೇಳ್ತಿದ್ದಂತಹ ಈ ಪೇತ್ರನು, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ കഴിവുള്ളവനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ಈಗ ಪವಿತ್ರಾತ್ಮನನ್ನ ಪಡೆದ ನಂತರ ಬಹಳ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿ ಬಲವುಳ್ಳವನಾಗಿ ನಿಂತಿದ್ದಾನೆ. ഈ പകൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ಇಂದು ಹಗಲಿನ ವೇಳೆ ನಿಮಗೆ ಹೇಳುತ್ತೇನೆ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಬರುವಾಗ, ശക്തി ലഭിച്ചിട്ട്, ನೀವು ಬಲವನ್ನ ಹೊಂದಿ, ശക്തി ലഭിച്ചിട്ട്, ಬಲವನ್ನ ಹೊಂದಿ, അധികാരമുള്ളവരായി, ಅಧಿಕಾರವುಳ್ಳವರಾಗಿ, അഭിഷേകമുള്ളവരായി, ലോക ಅಭಿಷೇಕವುಳ್ಳವರಾಗಿ, രാജ്യങ്ങളിൽ ಲೋಕದ ಕಟ್ಟ ಕಡೆಗೂ കർത്താവ് ഒരു തലമുറയെ, ಕರ್ತನು ಒಂದು ತಲೆಮಾರನ್ನ, ಒಂದು ತಲೆಮಾರನ್ನು എഴുന്നേൽപ്പിക്കാൻ പോകുന്ന പകലായി പകൽ മാറാൻ പോകുകയാണ്. ಎಬ್ಬಿಸುವುದಕ್ಕೆ ಕರ್ತನು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ പോകുന്ന പകലായി പകൽ മാറുകയാണ്. ನಿಮ್ಮ ವಾಗ್ದಾನಗಳಿಂದ ಹಗಲಿನ ವೇಳೆ ಹೊರಗಡೆ ಬರುತ್ತಿದೆ. എത്ര പേരുണ്ട് കാലം തട്ടി ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ನಂಬತಕ್ಕಂತವರ ಕರಗಳನ್ನ ತಟ್ಟಿ ಕರ್ತನ ನಾಮವನ್ನು കർത്താവിന് ആരാധന കൊടുക്കാം. ಶಕ್ತವಾಗಿ ಆತನ ನಾಮವನ್ನು ಮಹಿಮೆಪಡಿಸಿರಿ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് മാറ്റിവെക്കുന്ന ഒരു പകലായി മാറാൻ പോകുകയാണ്. ಪವಿತ್ರಾತ್ಮನಿಂದ ಹಗಲಿನ ವೇಳೆ ಅಂತಹ ಒಂದು ಸೇವೆಗಾಗಿ ನಮ್ಮೆಲ್ಲರನ್ನ ಬೇರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പത്രോസിനെ തിരഞ്ഞെടുത്ത് യേശുവിന്റെ ശിഷ്യനാക്കിയത് ഞാൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ നോക്കിയായിരുന്നില്ല. ಯೇಸು ಕ್ರಿಸ್ತನು ಈ ಪೇತ್ರನನ್ನ ತನ್ನ ಶಿಷ್ಯನಾಗಿ ಮಾರ್ಪಡಿಸಿದವನ ವಿದ್ಯಾಭ್ಯಾಸ ನೋಡಿ ಅಲ್ಲ. ഫിലിപ്പിയ ലേഖനം
ಫಿಲಿಪ್ಪಿ ಪತ್ರಿಕೆ 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 5-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. 5ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿದ್ದ ಮನಸ್ಸು ನಿಮ್ಮಲ್ಲಿಯೂ ಇರಲಿ. യേശുവിന്റെ ശിഷ്യനാകാനുള്ള യഥാർത്ഥമായ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ಇಲ್ಲಿ ಯೇಸುವಿನ ಶಿಷ್ಯನಾಗುವುದಕ್ಕಾಗಿ ಇರತಕ್ಕಂತ ಒಂದು ವಿದ್ಯಾಭ್ಯಾಸವಾಗಿದೆ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರತಕ್ಕಂಥದ್ದು. യേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ಯೇಸು ಕ್ರಿಸ್ತನ ಅದೇ ಮನಸ್ಸು ನಮಗೆ ಬೇಕಾಗಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ചിലർ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ಕೆಲವರಿಗೆ ಸಿಟ್ಟು ಬರುವಾಗ ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. നല്ല സൗന്ദര്യമുള്ള മുഖം നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. ದೇವರು ನಮಗೆ ಬಹಳ ಸೌಂದರ್ಯವಿರತಕ್ಕಂತ ಮುಖವನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ. ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് ദൈവം സൗന്ദര്യമില്ലാത്ത മുഖവാ തന്നെയെന്ന്? ನನಗೆ ಸೌಂದರ್ಯ ಇಲ್ಲದೆ ಇರುವಂತ ಮುಖ ಸಿಕ್ತು ಅಂತ ಯಾರಾದ್ರೂ ಹೇಳ್ತೀರಾ ಇಲ್ಲಿ? എല്ലാവർക്കും സൗന്ദര്യമുള്ള മുഖവാ കർത്താവ് തന്നിരിക്കുന്നത്. ಎಲ್ಲರಿಗೂ ಸೌಂದರ್ಯವಿರತಕ್ಕಂತ ಮುಖವನ್ನೇ ಆತನು ನಮಗೆ നാം ആ ಕೊಟ್ಟಿದ್ದಾನೆ. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനാ നോക്കുന്നത്. ನಾವೇನ್ ಮಾಡ್ತೀವಿ? ಆ ಸೌಂದರ್ಯವನ್ನು ಇನ್ನೂ ಹೆಚ್ಚಿಸುವುದಕ್ಕಾಗಿ ಏನೇನೋ ಮಾಡ್ತಾ ಇದೀವಿ. ഹല്ലേലൂയ. നാം അറിയാതെ നമ്മുടെ സൗന്ദര്യം പലപ്പോഴും വിരൂപമാകാറുണ്ട്. ಅನೇಕ ಸಲ ನಮಗೆ ಗೊತ್ತಿಲ್ಲದೇನೆ ನಮ್ಮ ಇರುವ ಸೌಂದರ್ಯ ಹೋಗ್ಬಿಡ್ತಾ ಇದೆ. എപ്പോഴാ? ಯಾವಾಗ ಹೇಳಿ? ദേഷ്യം വരുമ്പോൾ, ಸಿಟ್ಟು ಬರುವಾಗ. ദേഷ്യം വരുമ്പോൾ, ಸಿಟ್ಟು ಬರುವಾಗ മുഖമൊക്കെ ಮುಖದ ಸೌಂದರ್ಯ കളർ മാറും. ಎಲ್ಲ ಹೋಗಿ ನಮ್ಮ ಮುಖದ ಕಲರೇ ಚೇಂಜ್ ಆಗುತ್ತೆ. കണ്ണ് ചുവപ്പ് കളറാകും. ನಮ್ಮ ಕಣ್ಣು ಕೆಂಪಗಾಗುತ್ತೆ. ഹല്ലേലൂയ. ಆಮೆನ್. ദേഷ്യം എന്ന ഭാവം നമ്മളിൽ വരുമ്പോൾ, ಆಗ ಸಿಟ್ಟು ಎಂಬ ಆ ಒಂದು ಉದ್ವೇಗ ನಮ್ಮಲ್ಲಿ ಬರುವಾಗ നമ്മുടെ മുഖം കണ്ടാൽ അറിയാം നമ്മുടെ ജീവിതത്തിൽ ദേഷ്യമുണ്ട്. ನಮ್ಮ ಮುಖ ನೋಡುವಾಗಲೇ ಗೊತ್ತಾಗುತ್ತೆ ನಮ್ಮ ಮುಖದಲ್ಲಿ ಸಿಟ್ಟು ಅನ್ನುವಂಥದ್ದಿದೆ. സന്തോഷം എന്ന ഭാവം നമ്മളിൽ വരുമ്പോൾ, ಸಂತೋಷ ಎಂಬ ಭಾವವು ನಮ್ಮಲ್ಲಿ ಬರುವಾಗ നമ്മളെല്ലാവരും പല്ല് തേച്ചിട്ട് വന്ന് ചിരിക്കുന്നത് പോലെ ചിരി കാണുമ്പോൾ അറിയാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. ನಮ್ಮ ಹಲ್ಲನ್ನು ನೋಡುವಾಗಲೇ ಗೊತ್ತಾಗುತ್ತೆ ನಮಗೆ ಏನೋ ಸಂತೋಷದ ಸುದ್ದಿ ಸಿಕ್ಕಿದೆ ಎಂಬುದಾಗಿ. ഓരോ ഭാവം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അത് സന്തോഷമാണ്, ദേഷ്യമാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ನಮ್ಮ ಮುಖದ ಒಂದೊಂದು ಭಾವಗಳನ್ನ ನೋಡುವಾಗಲೇ ಗೊತ್ತಾಗುತ್ತೆ ಇವರು ಸಿಟ್ಟಲ್ಲಿದ್ದಾರೋ ಸಂತೋಷದಲ್ಲಿದ್ದಾರೋ ಅನ್ನೋ ವಿಚಾರ. ഇതുപോലെ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. ಈ ರೀತಿ ಕರ್ತನು ನಮ್ಮಲ್ಲಿ ಬಯಸತಕ್ಕಂತ ಒಂದು ಸಂಗತಿಯಾಗಿದೆ. ക്രിസ്തു ഏത് ഭാവം ധരിച്ചോ ആ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ಕ್ರಿಸ್ತ ಯೇಸುವಿಗೆ ಯಾವ ಮನಸ್ಸಿತ್ತೋ ಅದೇ ಮನಸ್ಸು ನಮಗೂ ಅವಶ್ಯಕ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. യേശുവിന്റെ ഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ಯೇಸು ಕ್ರಿಸ್ತನ ಮನಸ್ಸಿನ ಅತ್ಯಂತ ದೊಡ್ಡ ಪ್ರತ್ಯೇಕತೆ ദൈവ രൂപത്തിലിരിക്കെ ಆತನು ದೇವರ ಸ್ವರೂಪನಾಗಿದ್ದಾಗ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ, ದೇವರೆಂಬ ಪದವಿಯನ್ನ ಬಿಡಲೊಲ್ಲೆನು ಎಂದೆಣಿಸದೆ വേഷത്തിൽ മനുഷ്യരായി കർത്താവ് വിളങ്ങി. ಆಮೇಲೆ ಮನುಷ್ಯನ ಅವತಾರ ತಾಳಿ ಬರುತ್ತಾರೆ. തന്നെത്താൻ താഴ്ത്തി ತನ್ನನ್ನೇ ತಾನು ತಗ್ಗಿಸಿಕೊಂಡನು. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ಶಿಲುಬೆಯ ಮರಣವನ್ನಾದರೂ ಹೊಂದುವಷ್ಟು ವಿಧೇಯನಾದನು. അതുകൊണ്ട് പിതാവ് തന്നെ എല്ലാ നാമത്തെക്കാളും മേലായ നാമം നൽകി ആഭരിച്ചു. ಹಾಗಾಗಿ ಆತನನ್ನ ತಂದೆಯಾದ ದೇವರು ಸಕಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ನಾಮವನ್ನ ಕೊಟ್ಟು ಘನಪಡಿಸಿದರು. അതുകൊണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ രോഗമെന്ന നാമം കീഴടങ്ങും. ಹಾಗಾಗಿ ಇವತ್ತು ಯೇಸುವಿನ ನಾಮದ ಮುಂದೆ ರೋಗ ಶಕ್ತಿಯು ಆಮೇಲೆ ತಗ್ಗಿಸಿಕೊಳ್ಳುತ್ತದೆ. അതുകൊണ്ട് യേശു എന്ന നാമത്തിന് മുമ്പിൽ കടഭാരം എന്ന നാമം കീഴടങ്ങും. ಹಾಗಾಗಿ ಯೇಸುವಿನ ನಾಮದ ಮುಂದೆ ಸಾಲ ಭಾರವು ಆಮೇಲೆ ತಗ್ಗಿಸಿಕೊಡುತ್ತದೆ. അതുകൊണ്ട് യേശു എന്ന നാമത്തിന് മുമ്പിൽ ഭൂലോകത്തിലെ സകല നാമവും കീഴടങ്ങും. ജീസസ് നെയിം ഈസ് അബവ് ഓൾ നെയിംസ്. ಆಮೇಲೆ ಹಾಗಾಗಿ ಯೇಸುವಿನ ನಾಮವು ಸಕಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ನಾಮವಾದುದರಿಂದ ಉಳಿದ ಎಲ್ಲ ನಾಮವು ಆತನ ಮುಂದೆ ತಲೆಬಾಗುತ್ತದೆ. ഈ പകൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ಹಾಗಾಗಿ ಕ್ರಿಸ್ತನ ಮನಸ್ಸು ನಮ್ಮೆಲ್ಲರಲ್ಲಿಯೂ ಇರಲಿ. അധികാരമുള്ളവരായി ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച പുറത്തു വരുന്ന അഭിഷേകരുടെ കൂട്ടത്തെ ഈ ആരാധന ഹാളിൽ ഞാൻ കാണുകയാണ്. ಅಧಿಕಾರವುಳ್ಳಂತಹ ಅಭಿಷಕ್ತರು ಈ ಸಭೆಯೊಳಗಿಂದ ಎಬ್ಬಿಸಲ್ಪಡುತ್ತಾರೆಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. Hallelujah. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തോ ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മൾ സാധാരണ ജനങ്ങളല്ല. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ನೀನೊಬ್ಬ ಸಾಧಾರಣ ವ್ಯಕ್ತಿ ಅಲ್ಲ.
We are extraordinary person. ನಾವಾದರೂ ಅಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳು. നമ്മൾ അസാധാരണമായ വ്യക്തികളാണ്. ನಾವು ಅಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೇವೆ. ഒരു സൂപ്പർ ന്യാച്ചുറൽ ശക്തി നമ്മുടെ അകത്തിരിപ്പുണ്ട്. ಒಂದು ಅಸಾಧಾರಣ ಶಕ್ತಿ ನಮ್ಮೊಳಗಡೆ ಹರಡಲ್ಪಟ್ಟಿದೆ. നമ്മെ കൊണ്ട് കർത്താവ് വലുത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ನಮ್ಮ ಮುಖಾಂತರ ಕರ್ತನು ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಾನೆ. ലോകം പരാജയപ്പെട്ടതിനെ കർത്താവ് നമ്മളെ കൊണ്ട് ജയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ಲೋಕದ ಕೈಯಿಂದ ಏನು ಮಾಡಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲವೋ ಅದನ್ನ ಆತನು ನಮ್ಮ ಕೈಯಿಂದ ಮಾಡುತ್ತಾನೆ. അതുകൊണ്ട് ഈ മേലാൽ നമ്മൾ ഇനി പരാജിതരല്ല. ಹಾಗಾಗಿ ನಾವು ಇನ್ನು ಸೋತವರಲ್ಲ. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളത്രേ. ನಾವು ಕ್ರಿಸ್ತನಲ್ಲಿ ಜಯಶಾಲಿಗಳಾಗಿದ್ದೇವೆ. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളത്രേ. ನಾವು ಕ್ರಿಸ್ತನಲ್ಲಿ ಜಯಶಾಲಿಗಳು. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തുവിന്റെ ഭാവം ആ മനുഷ്യന്റെ അകത്തുണ്ടാകും. ಯೇಸು ಕ್ರಿಸ್ತನ ಅತ್ಯಂತ ದೊಡ್ಡ ಪ್ರತ್ಯೇಕತೆ, ಅವನ ಶಿಷ್ಯನ ಪ್ರತ್ಯೇಕತೆ, ಯೇಸುವಿನ ಅದೇ ಮನಸ್ಸು ಅವನೊಳಗಿರುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രത്യേകത ആ മനുഷ്യന്റെ അകത്തുണ്ടെങ്കിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಅದೇ ಮನಸ್ಸು ಅವನೊಳಗಡೆ ಇರುವುದಾದ್ರೆ, നിങ്ങൾക്കറിയാം യേശു ഒരു പട്ടണത്തിൽ കാൽ ചവിട്ടിയാൽ ആ പട്ടണത്തിലെ അധികാരിയായിരിക്കുന്ന ഭൂത ആത്മാവ് യേശുവിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു ശീലം. ನಮಗೆ ಗೊತ್ತಿದೆ, ಯೇಸು ಕ್ರಿಸ್ತನು ಒಂದು ಪ್ರಾಂತ್ಯವನ್ನ, ಒಂದು ಗ್ರಾಮವನ್ನ, ಆಮೇಲೆ ಗ್ರಾಮದಲ್ಲಿ ಕಾಲಿಡುವುದಾದ್ರೆ ಅಲ್ಲಿ ಆಳ್ವಿಕೆ ನಡೆಸತಕ್ಕಂಥ ದುಷ್ಟ ಶಕ್ತಿಗಳು ಆತನ ಮುಂದೆ ತಲೆಬಾಗುತ್ತವೆ. ഗദരദേശത്തെ യേശു കാൽ ചവിട്ടുമ്പോൾ തന്നെ ಗೆಸರೆನೆತ್ ಎಂಬಂತಹ ಸ್ಥಳಕ್ಕೆ ಯೇಸು ಕ್ರಿಸ್ತನು ಕಾಲಿಡುವಾಗಲೇ ಭೂತಗ್ರಸ್ತನ್ ಯೇಸುವಿನ അടുക്കൽ വന്നു. ಆ ದೆವ್ವ ಹಿಡಿದಂತ ವ್ಯಕ್ತಿ ಓಡಿ ಯೇಸುವಿನ ಮುಂದೆ ಬಂದು ತಲೆಬಾಗಿದನು. യേശു ഭൂതത്തിന്റെ അടുക്കൽ പോകുകയല്ല ചെയ്തത്. ಯೇಸು ಕ್ರಿಸ್ತನು ದೆವ್ವ ಹಿಡಿದ ವ್ಯಕ್ತಿಯ ಬಳಿಗೆ ಹೋಗಲಿಲ್ಲ. ഭൂതം യേശുവിൽ കീഴടങ്ങി അടുക്കൽ വന്നു. ಆ ದೆವ್ವವು ಯೇಸುವಿನ ಮುಂದೆ ಬಂದು ಅಡ್ಡ ಬಿದ್ದಿತು. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, ನಿಮ್ಮೊಳಗಡೆ ಯೇಸುವಿರುವುದಾದ್ರೆ, നിങ്ങളുടെ മുമ്പിൽ സകല വാഴ്ചകളും കീഴടങ്ങാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಂದೆ ಎಲ್ಲ ಅಧಿಕಾರಗಳು ತಲೆಬಾಗುತ್ತೆ. നിങ്ങളുടെ മുമ്പിൽ സകല ഭൂതവും കീഴടങ്ങാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಂದೆ ಎಲ್ಲ ದೆವ್ವಗಳು ತಲೆಬಾಗುತ್ತವೆ. നിങ്ങളെ പ്രതികൂലത്തിൽ കൊണ്ടുപോയ വിഷയം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാണ്. ನಿಮ್ಮ ಪ್ರತಿಕೂಲಗಳು ನಿಮ್ಮ ಮುಂದೆ ತಲೆಬಾಗುತ್ತವೆ. ಹಲ್ಲೆಲೂಯ. യേശുവിന്റെ മുമ്പിൽ ഭൂതം വന്ന് കീഴടങ്ങി. ಯೇಸುವಿನ ಮುಂದೆ ಆ ದೆವ್ವವು ಈಗೋ ತಲೆಬಾಗ್ತಾ ಇದೆ. യേശുവിനെ വിളിക്കുന്ന വാക്കാണ്, ಯೇಸು ಸ್ವಾಮಿಯನ್ನ ಈ ರೀತಿಯಾಗಿ ಆ ದೆವ್ವವು ಕೂಗಿ ಹೇಳುತ್ತೆ, ഗുരു എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ಗುರುವೇ, ನನಗೂ ನಿನಗೂ ಏನು ಸಂಬಂಧ? പിശാചും ദൈവവും തമ്മിൽ യോജിച്ചു പോകത്തില്ല. ಸೈತಾನನಿಗೂ ದೇವರಿಗೂ ಮಧ್ಯದಲ್ಲಿ ಯಾವ ಸಂಬಂಧವೂ ಇರುವುದಿಲ್ಲ. ಅವರಿಬ್ಬರಿಗೂ ಒಂದೇ ರೀತಿ ಹೋಗಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒന്നുകിൽ പിശാച്, ಒಂದ ಸೈತಾನ, അല്ലെങ്കിൽ ദൈവം. ಇಲ್ಲದಿದ್ದರೆ ದೇವರು. നമ്മുടെ അകത്ത് ഒന്നുകിൽ ദൈവം ഇരിക്കും, ನಮ್ಮೊಳಗಡೆ ಒಂದೋ ದೇವರಿರ್ತಾರೆ, അല്ലെങ്കിൽ പിശാച് ഇരിക്കും. ಇಲ್ಲದಿದ್ರೆ ಸೈತಾನ ಇರ್ತಾನೆ. പിശാച് നാശത്തിലേക്ക് കൊണ്ടുപോകും, ಸೈತಾನ ನಮ್ಮನ್ನ ನಾಶನಕ್ಕೆ ದೊಬ್ಬುತ್ತಾನೆ, ദൈവം നന്മയിലേക്ക് കൊണ്ടുപോകും. ದೇವರು ನಮ್ಮನ್ನ ಅನುಗ್ರಹಕ್ಕೆ ನಡೆಸುವ. ദൈവമുള്ളവൻ ഒരു അത്ഭുതമായി തീരും, ದೇವರು ಇರತಕ್ಕಂಥವನು ಅದ್ಭುತವಾಗುತ್ತಾನೆ. പിശാചുള്ളവൻ ഒരു പരാജയമായി മാറും. ಸೈತಾನನು ಉಳ್ಳವನು ಆಮೇನ್ ಅಪಜಯಕ್ಕೆ ಹೋಗುತ್ತಾನೆ. പറഞ്ഞ എന്റെ അകത്ത് ക്രിസ്തുവായിരിക്കുന്നേ. ಹಾಗಾಗಿ ನಮ್ಮೊಳಗಡೆ ಯೇಸುವಿದ್ದಾನೆ. എന്റെ അകത്ത് ജയിച്ച ക്രിസ്തുവായിരിക്കുന്നേ. ನನ್ನೊಳಗಡೆ ಜಯಶಾಲಿಯಾದ ಯೇಸುವಿದ್ದಾನೆ. പറഞ്ഞ എന്റെ അകത്ത് പിശാച് ഇല്ല. ಗಟ್ಟಿಯಾಗಿ ಎಲ್ಲರೂ ಹೇಳಿರಿ, ನನ್ನೊಳಗಡೆ ಸೈತಾನನಿಲ್ಲ. പിശാച് തോറ്റവനാണ്. ಸೈತಾನನು ಹೊರಗಡೆ ಹೋಗಿದ್ದಾನೆ. യേശു കാൽവരിയിൽ ജയിച്ചവനാണ്. ಯೇಸು ಶಿಲುಬೆಯಲ್ಲಿ ಆತನನ್ನು ಜಯಿಸಿದ ಆತನು. ക്രിസ്തുവിലുള്ള ജയം എന്റെ അകത്ത് ദൈവം തന്നിരിക്കുകയാണ്. ಯೇಸುವಿನಲ್ಲಿ ಇರತಕ್ಕಂತ ಅದೇ ಜಯವು ನನ್ನೊಳಗಡೆ ಇದೆ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ಹಾಗಾಗಿ ಯೇಸುವಿನಲ್ಲಿ ನಾನು ಜಯಶಾಲಿಯಾಗಿದ್ದೇನೆ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ಹಾಗಾಗಿ ಯೇಸುವಿನಲ್ಲಿ ನಾನು ಜಯಶಾಲಿ. ಹಲ್ಲೆಲೂಯಾ. Thank you Jesus. Hallelujah. Amen. Hallelujah. Hallelujah. യേശു പറഞ്ഞ കാര്യമാണ്, യേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದಂತ ಸಂಗತಿ ಆಗಿದೆ, ಆತನ ಭಾವವು, ಆತನ ಮನಸ್ಸು ನಮ್ಮಲ್ಲಿ ಇರಬೇಕೆಂಬುದಾಗಿ. യേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ಆತನ ಮನಸ್ಸು ನಮ್ಮಲ್ಲಿರಲಿ. ഗദരദേശത്തിൽ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ಗೆಸರೆನೆತ್ ಎಂಬಂತ ಸ್ಥಳದಲ್ಲಿ ನಡೆದಂತ ಘಟನೆ ನಿಮಗೆ ಹೇಳಿದ್ದೀನಿ. യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന വാക്കാണ്, ಯೇಸುವಿನ ಬಳಿಗೆ ಬಂದು ಆಮೇನ್ ಆ ದೆವ್ವವು ಹೇಳುತ್ತೆ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ನನಗೂ ನಿನಗೂ ಮಧ್ಯೆ ಏನು? പിശാച് ചോദിക്കുമ്പോൾ ಸೈತಾನ ಕೇಳುವಾಗ കർത്താവ് പറയുകയാണ്, ದೇವರು ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾರೆ, നീ ഈ മനുഷ്യനിൽ നിന്ന് മാറിക്കോ. ನೀನು ಈ ಮನುಷ್ಯನನ್ನ ಬಿಟ್ಟು ತೊಲಗಬೇಕೀಗ. യേശു കാൽ ചവിട്ടിയപ്പോൾ തന്നെ പിശാചിന് മനസ്സിലായി, എനിക്ക് ഇനി സമയമായി ഇരിക്കാൻ ഇനി പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ಯೇಸು ಸ್ವಾಮಿ ಅಲ್ಲಿ ಕಾಲಿಟ್ಟಾಗಲೇ ಆ ದುಷ್ಟ ಶಕ್ತಿಗೆ ಗೊತ್ತಾಯಿತು, ಇನ್ನು ಈ ವ್ಯಕ್ತಿಯಲ್ಲಿ ಇರಕ್ಕೆ ನನಗೆ ಸಾಧ್ಯವಿಲ್ಲವೆಂಬುದಾಗಿ. അതുകൊണ്ട് അഡ്വാൻസ് ആയി ജാമ്യം എടുക്കുകയാണ്, കർത്താവിന്റെ അടുക്കൽ ജാമ്യം എടുക്കുകയാണ്. എന്താ, കർത്താവേ
സമയത്തിന് മുമ്പേ അങ്ങനെ ദണ്ഡിപ്പിക്കാൻ ഈ പട്ടണത്തിലും വന്നു. ಹಾಗಾಗಿ ಈ ದೆವ್ವವು ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ ಒಂಥರ ಜಾಮೀನ್ ತಗೊಳ್ಳೋ ತರ ಕೇಳ್ತಿದ್ದಾನೆ, ನೀನು ಸಮಯಕ್ಕಿಂತ ಮೊದಲೇ ಬಂದದೇ ಅಲ್ಲ ಅಂತ. ഒരുപക്ഷെ പിശാച് ചിന്തിക്കുന്ന ചിന്ത ഇതായിരിക്കാം, ಸೈತಾನ್ ಒಂದು ವೇಳೆ ಈ ರೀತಿ ಆಲೋಚನೆ ಮಾಡಿದ್ದಿರಬಹುದು, ഇതാണോ പണി, ಯೇಸು ಸ್ವಾಮಿಗೆ ಇದೇನಾ ಕೆಲಸ, കാല് ചവിട്ടുന്നിടത്ത് മുഴുവനും എനിക്ക് ഇരിപ്പറക്കുന്നില്ല, ಅವನು ಎಲ್ಲಿ ಕಾಲಿಡುತ್ತಾನೋ ಅಲ್ಲಿ ಎಲ್ಲೂ ನನಗೆ ಇರಕ್ಕಾಗ್ತಾ ಇಲ್ಲ, എന്നെ നശിപ്പിക്കാൻ ഈ പട്ടണത്തിലും വന്നു, ಆತನ ನನ್ನನ್ನ ನಾಶ ಮಾಡುವುದಕ್ಕಾಗಿ ಇಲ್ಲೂ ಬಂದಲ್ಲ. ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ಆಮೇಲೆ ಆತ್ಮದಲ್ಲಿ ಒಂದು ಆಲೋಚನೆ ನಿಮಗೆ ಹೇಳುತ್ತೇನೆ, ഏത് പട്ടണത്തിൽ യേശുവിനെ വഹിച്ച് നമ്മൾ കാൽ ചവിട്ടുന്നുണ്ടോ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯಾವ ಪಟ್ಟಣದಲ್ಲಿ ನಾವು ಕಾಲಿಡುತ್ತೇವೆಯೋ ആ പട്ടണത്തിൽ ദുരാത്മ മണ്ഡലങ്ങൾ ഇളകി മാറാൻ പോകുകയാണ്. ಆ ಪಟ್ಟಣದ ದುರಾತ್ಮ ಸೈನ್ಯಗಳು ನಡುಗುತ್ತವೆ, പിശാച് വേരോടെ പിഴുതു മാറാൻ പോകുകയാണ്. ಸೈತಾನನಿಂದ ತೊಲಗಿ ಹೋಗುತ್ತಾನೆ. കാരണം നമ്മെ ദൈവം അധികാരമുള്ളവരായി നിയമിച്ചു വച്ചിരിക്കുകയാണ്. ಕಾರಣ ಆತನು ಅಧಿಕಾರವುಳ್ಳವನಾಗಿ ನಮ್ಮೊಳಗಡೆ ವಾಸವಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2018 പിശാചിനെ കണ്ട് പേടിച്ച ദൈവമക്കളോട് ഒരു ദൂത് ദൈവം അവതരിക്കുകയാണ്. 2018ನೇ ವರ್ಷದಲ್ಲಿ ಸೈತಾನನನ್ನ ನೋಡಿ ಹೆದರಿದ ಭಯವಿಡಿದ ದೇವರ ಮಕ್ಕಳಿಗೆ ಒಂದು ಆಲೋಚನೆ ಹೇಳುತ್ತೇನೆ. ഈ 2019 നമ്മുടെ വർഷത്തിൽ പിശാച് നമ്മെ കണ്ട് ഭയക്കുന്ന ഒരു വർഷമായി തീരാൻ പോകുകയാണ്. 2019ನೇ ವರ್ಷದಲ್ಲಿ ಸೈತಾನನು ನಿನ್ನನ್ನು ನೋಡಿ ಭಯಪಡಬೇಕು. അതിന്റെ അഭിഷേകം നമ്മുടെ അകത്ത് കർത്താവ് തന്നിരിക്കുകയാണ്. ಆ ರೀತಿಯ ಅಭಿಷೇಕವನ್ನಿಂದು ಹಗಲ ವೇಳೆ ದೇವರಾತ್ಮನು ಸುರಿಸುತ್ತಾನೆ. മനസ്സുള്ള എത്ര പേർ ഈ ഹാളിനകത്തിരിപ്പുണ്ട്? ಸ್ವೀಕಾರ ಮಾಡ್ಲಿಕ್ಕೆ ಎಷ್ಟು ಜನ ಮನಸ್ಸುಂಟು? അവർ മാത്രമേ കരം തട്ടി ജീവനോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ಮನಸ್ಸಿದ್ದವರು ಮಾತ್ರ ಕರಗಳನ್ನ ತಟ್ಟಿ ಆತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ಶಕ್ತಿಯುತವಾಗಿ ಆತನ ಆರಾಧಿಸಿರಿ. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ಶಕ್ತಿಯಾಗಿ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഈ പകൽ ദൈവാത്മാവ് പകരുകയാണ്. ಹಗಲಿನ ವೇಳೆ ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಆ ಶಕ್ತಿಯು ವ್ಯಾಪಿಸುತ್ತಿದೆ. എനിക്കറിയാം ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ചിലരെങ്കിലും അഭിഷേകത്തിന്റെ ശക്തിയോടെ പിശാച് വിറയ്ക്കുന്ന ശുശ്രൂഷയുമായി എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ಈ ಆರಾಧನೆ ಮುಗಿಸಿ ಎದ್ದೇಳುವಾಗ ಸೈತಾನರು ಆಮೇಲೆ ನಡುಗುತ್ತಕ್ಕಂತಹ ಅಭಿಷೇಕವನ್ನ ನೀವೆಲ್ಲರೂ ಹೊಂದಿಕೊಂಡು ಎದ್ದೇಳುತ್ತೀರಿ ಎಂಬುದಾಗಿ ഒരു അധികാരം നിങ്ങളുടെ മേൽ കർത്താവ് കൈമാറാൻ പോകുകയാണ്. ಅಧಿಕಾರವನ್ನು ಆತನು ನಿಮಗೆ ಕೊಡಲಿಕ್ಕಿದ್ದಾನೆ. യേശുവിൽ നിന്നൊരു അധികാരം നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരാൻ ಯೇಸುವಿನಿಂದಿರತಕ್ಕಂಥ ಅಧಿಕಾರವು ನಮ್ಮ ಶರೀರದಲ್ಲಿ ವ್ಯಾಪಿಸುವುದಕ್ಕೆ ಆತನಿಗೆ ಮನಸ್ಸುಂಟು. ಒಂದು ಆಮೇನ್ ಹೇಳಿರಿ ಗಟ್ಟಿಯಾಗಿ. പിശാച് യേശുവിന്റെ മുമ്പിൽ പറഞ്ഞു, സമയത്തിന് മുമ്പേ അങ്ങനെ ദണ്ഡിപ്പിക്കാൻ വന്നു. ಸೈತಾನ್ ಕೇಳ್ತಿದ್ದಾನೆ, ಗುರುವೇ ಸಮಯಕ್ಕಿಂತ ಮೊದಲೇ ನೀನು ಯಾಕೆ ಬಂದೆ? യേശു കൂടുതൽ അവന്റെ ഡീറ്റെയിൽ തിരക്കി നിൽക്കുന്നില്ല. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಜಾಸ್ತಿ ಏನಲ್ಲಿ ಮಾತಾಡ್ತಿಲ್ಲ. കർത്താവ് അവനോട് ചോദിച്ചു, ಯೇಸು ಸ್ವಾಮಿ ಆ ಶಕ್ತಿ ಕೇಳ್ತಾರೆ, നിങ്ങൾ എത്ര പേരുണ്ട്? ಎಷ್ಟು ಜನ ಇದ್ದೀರಿ ಅಂತ. എത്ര പേരുണ്ട്? ಎಷ್ಟು ಜನ ಇದ್ದೀರಿ ನೀವು? പേര് എഴുതി തീർക്കാൻ പറ്റാത്തത് കൊണ്ട്, ಯಾಕೆಂದ್ರೆ ಹೆಸರು ಹೇಳಿ ಮುಗಿಲಿಕ್ಕೆ ಆಗದಷ್ಟು ഒരു എളുപ്പത്തിന് ഒരു പേര് പറഞ്ഞു. ತಕ್ಷಣ ಒಂದು ಹೆಸರು ಹೇಳುತ್ತದು, ദൈവമേ ഞങ്ങൾ പലരാ, ಗುರುವೇ ನಾವು ಅನೇಕ ಮಂದಿ ಇದ್ದೀವಿ, അതുകൊണ്ട് ഞങ്ങളുടെ പേര് എല്ലാം കൂടെ ചേർത്ത് ലഗ്യോൻ എന്നിട്ട് തരിക. ಹಾಗಾಗಿ ಎಲ್ಲರ ಹೆಸರು ಸೇರಿಸ್ಬಿಟ್ಟು ಲಗ್ಯೋನ್ ಅಥವಾ ದಂಡು ಎಂಬುದಾಗಿ കർത്താവ് പറഞ്ഞു, ലഗ്യോനെ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, എഴുന്നേറ്റ് വയ്ക്കോ. ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾರೆ, ಲಗ್ಯೋನ್ ಎಂಬಂತಹ ದೆವ್ವವೇ ಅಥವಾ ದಂಡು ಎಂಬಂತಹ ದೆವ್ವವೇ ಇವನನ್ನ ಬಿಟ್ಟು ನೀನು ತೊಲಗಬೇಕೀಗ. നിങ്ങളെ തകർത്ത ചിലതിനെ എഴുന്നേൽപ്പിച്ച് ഓടിക്കാൻ പോവുക. ಇಲ್ಲಿ ಯಾರನ್ನೆಲ್ಲ ದೇವರು ನಿಮ್ಮನ್ನ ಯಾವ ಶಕ್ತಿಗಳೆಲ್ಲ ನಾಶ ಮಾಡಿತೋ, ನಾಶ ಪಡಿಸುತ್ತಾ ಇತ್ತು, ಅವುಗಳನ್ನು ಆತನು ಓಡಿಸ್ತಿದ್ದಾರೆ. ಪರಾಜಯಪಡಿಸಿದ ಚಿಲದನೆ ತಟ್ಟಿ ಎರಿಯನ್ ಹೋಗುತ್ತಾರೆ. ನಿಮ್ಮನ್ನ ಸೋಲುವಿಕೆಗೆ ನಡೆಸಿದಂತಹ ಶಕ್ತಿಗಳನ್ನ ಇಂದು ಹಗಲಿನ ವೇಳೆ ದೇವರಾತ್ಮನು ಆಮೇಲೆ ತುಳಿಯುತ್ತಿದ್ದಾನೆ. ಹಲ್ಲೆಲೂಯಾ. ಹೌರಾಬಾ ಶಿಯಾಧಾರ ರಿಯಲ್ ಕೆ ರಿಮನಾಬಾ ಸಿಯಾಥೋರಬಲ್. Thank you, Jesus. Huraba shiathara real ke rima baba shathurama hathorama siaribel paucha managa siaribel pauda managa. ആ ശക്തി അകത്ത് പ്രാപിച്ച പത്രോസ്, ಆ ಶಕ್ತಿಯನ್ನ ಒಳಗಡೆ ಪಡೆದುಕೊಂಡಂತ ಪೇತ್ರನು ಅಧಿಕಾರವುಳ್ಳವನಾಗಿ ತೀರ್ನು, ಅಧಿಕಾರವುಳ್ಳವನಾಗಿ ಮಾರ್ಪಟ್ಟನು. ಆ ಶಕ್ತಿ ಅಗತ್ತು ಪ್ರಾಪಿച്ച ಪೌಲೋಸ್, ಆ ಶಕ್ತಿಯನ್ನ ಒಳಗಡೆ ಪಡೆದಂತಹ ಪೌಲನು ಕಡಿച്ചു ತೂങ്ങിಯ ಪಾಮಿനെ ಕುಡഞ്ഞെറിഞ്ഞു. ಈಗ ಒಂದು ಹಾವು ಅವನ ಕೈಗೆ ಕಚ್ಚಿ ನೇತಾಡುತ್ತಿತ್ತು, ಅದನ್ನು ಅವನು ಜಾಡಿಸಿ ಬಿಡ್ತಾನೆ. ಈ ಶಕ್ತಿ ನಿങ്ങളുടെ
നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ಈ ಶಕ್ತಿ ನಿಮ್ಮೊಳಗಡೆ ಬರುವಾಗ നിങ്ങൾ സകല പ്രതികൂലത്തെയും കുടങ്ങറിയുന്നവരായിരിക്കും. ಎಲ್ಲ ಪ್ರತಿಕೂಲಗಳನ್ನು ಜಾಡಿಸಿ ಬಿಡಲು ಸಾಧ್ಯ. സകലത്തിനെ തകർത്തു മാറ്റാൻ ദൈവം നിങ്ങളുടെ അകത്ത് ശക്തി പകരും. ಸಕಲವನ್ನ ನಾಶಪಡಿಸಲು ಬೇಕಾದ ಶಕ್ತಿಯನ್ನು ಆತನು ನಮಗೆ ದಯಪಾಲಿಸ್ತಾರೆ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിങ്ങൾ പണിയാൻ തുടങ്ങും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆಶೀರ್ವಾದಗಳನ್ನ ನೀವೇ ಕಟ್ಟಿ ಎಬ್ಬಿಸುವಿರಿ. നന്മയ്ക്കെതിരെ കെട്ടിയ കോട്ടകളെ നിങ്ങൾ ഇടിച്ചു മാറ്റുന്നവരായി തീരും. ವಿರೋಧವಾಗಿ ಕಟ್ಟಲ್ಪಟ್ಟಂತ ಕೋಟೆಗಳನ್ನ ನೀವೇ ಒಡೆದು ಹಾಕುವಿರಿ. എത്ര വലിയ ശക്തിയായാലും നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാണ്. ಎಷ್ಟೇ ಮಹಾಶಕ್ತಿಯಾದರೂ ನಿನ್ನ ಮುಂದೆ ಅವುಗಳು ತಲೆ ಬಾಗಲೇಬೇಕು. നേരത്തെ പറഞ്ഞ നിങ്ങൾ അസാധാരണമായ വ്യക്തികളത്രേ. ಅದನ್ನೇ ನಾನು ಮೊದಲೇ ಹೇಳಿದ್ದು, ನೀವು ಕೇವಲ ವ್ಯಕ್ತಿಗಳಲ್ಲ, ಅಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തിൽ ഞാൻ പ്രാർത്ഥനയിലേക്ക് വരാം. ಒಂದೆರಡು ವಿಚಾರಗಳನ್ನ ಬೇಗನೆ ಹೇಳಿ ಮುಗಿಸಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. യേശുവിന്റെ ശിഷ്യൻ ആകുകയാണല്ലോ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ആഗ്രഹം. ಯೇಸು ಕ್ರಿಸ್ತನ ಯಥಾರ್ಥ ಶಿಷ್ಯರಾಗಬೇಕೆಂಬುದೇ ಆತನಿಗೆ ನಮ್ಮ ಮೇಲಿರತಕ್ಕಂತ ಆಸೆ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ അകത്തുണ്ടാവണം. ಹಾಗಾಗಿ ಕ್ರಿಸ್ತನ ಮನಸ್ಸು ನಮ್ಮೊಳಗಡೆ ಬರಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. 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 ഒന്നാമത്തെ ക്രിസ്തുവിന്റെ ഭാവം ഞാൻ പറഞ്ഞു, ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇതെല്ലാം സംഭവിച്ചു. അത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ಮೊದಲನೇದಾಗಿ ನಾವು ನೋಡಿದೆವು, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿದ್ದಂತ ಮನಸ್ಸು ದೇವರೆಂಬ ಪದವಿಯನ್ನು ಅಲ್ಲೇ ಬಿಟ್ಟರು, ಮನುಷ್ಯನ ಅವತಾರ ತಾಳಿ ಬಂದರು, ಅದರಲ್ಲೂ ದಾಸನ ರೂಪವನ್ನ ಧರಿಸಿದರು. എന്നാൽ മറ്റൊരു ഭാവം, ಇನ್ನೊಂದು ಕಡೆ ಇನ್ನೊಂದು ಭಾವದ ಕುರಿತಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. യേശു കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ಅಳತಕ್ಕಂತವರ ಕಣ್ಣೀರನ್ನು ಒರೆಸುವಾತನಾಗಿದ್ದನು. പ്രതികൂലത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ശീലം യേശുവിനുണ്ടായിരുന്നു. ಪ್ರತಿಕೂಲಗಳಲ್ಲಿ ಬಿದ್ದಿರುವವರಿಗೆ ಸಹಾಯ ಮಾಡತಕ್ಕಂತ ಒಬ್ಬ ಯೇಸುವಾಗಿದ್ದನು. ഏത് പ്രശ്നത്തിൽ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വരുന്നോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കൊടുക്കാൻ ആ ഒരു നല്ല ഭാവം കർത്താവിനുണ്ടായിരുന്നു. ಯಾವುದೇ ಸಮಸ್ಯೆಯಿಂದ ಯೇಸು ಸ್ವಾಮಿಯ ಬಳಿಗೆ ಬಂದರೂ ಸಮೇತ ಅವರ ಸಮಸ್ಯೆಗಳನ್ನೆಲ್ಲ ಪರಿಹರಿಸತಕ್ಕಂತ ಕರುಣೆಯ ಮನಸ್ಸು ಆತನಿಗಿತ್ತು. അതുകൊണ്ട് ക്രിസ്തുവിൽ ആകുന്ന ഒരു ശിഷ്യന്, ಹಾಗಾಗಿ ಕ್ರಿಸ್ತನ ಒಳಗಡೆ ಬರತಕ್ಕಂತ ಒಬ್ಬ ಶಿಷ್ಯನು കർത്താവ് നൽകുന്ന ചില നന്മകൾ, അഭിഷേകം, അതിനുള്ള തിരഞ്ഞെടുപ്പ്, അതിനെക്കുറിച്ച് ഒരു വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ಆ ವ್ಯಕ್ತಿಗೆ ಸಿಕ್ಕತಕ್ಕಂತ ಕೆಲವು ಅಭಿಷೇಕವು, ಕೆಲವು ಗುಣಲಕ್ಷಣಗಳ ಕುರಿತಾಗಿ ನಾನು ಹೇಳೋದಕ್ಕೆ ಬಯಸ್ತೇನೆ. യേശു എന്തിനാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? ಯೇಸು ಯಾತಕ್ಕಾಗಿ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದು? യേശു എന്തിനാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? ಯೇಸು ಕ್ರಿಸ್ತನು ಯಾತಕ್ಕಾಗಿ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡದ್ದು? മാർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യം. ಮಾರ್ಕನ ಸುವಾರ್ತೆ മാർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യത്തിൽ, ಈ ಮಾರ್ಕನ ಸುವಾರ್ತೆ 3ನೇ ಅಧ್ಯಾಯ 14-15 ವಾಕ್ಯಗಳನ್ನು ಓದುವಾಗ യേശു തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, എന്തിനു വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന 2 പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನು ಯಾತಕ್ಕಾಗಿ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡನು ಎಂಬ 2 ಉದ್ದೇಶಗಳು ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. കർത്താവിന് ഒരുപാട് ഉദ്ദേശങ്ങൾ ശിഷ്യന്മാരെ കുറിച്ചുണ്ട്. ಯೇಸು ಸ್ವಾಮಿಗೆ ಶಿಷ್ಯರ ಕುರಿತಾಗಿ ಅನೇಕ ಉದ್ದೇಶಗಳಿತ್ತು. എങ്കിലും കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കർത്താവ് ആഗ്രഹിക്കുന്ന ചില ഉദ്ദേശങ്ങൾ, ಆದರೆ ಆತನು ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡದರಲ್ಲಿ 2 ಪ್ರಾಮುಖ್ಯವಿರತಕ್ಕಂತಹ ಕಾರಣಗಳು ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. 5 വിധത്തിലുള്ള ഉദ്ദേശങ്ങൾ കർത്താവ് തിരഞ്ഞെടുക്കാൻ കർത്താവ് ആഗ്രഹിച്ച, അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകും. ಯೇಸು ಸ್ವಾಮಿ ಆ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಿರತಕ್ಕಂತಹ 5 ತರಹದ ಉದ್ದೇಶಗಳನ್ನು ಈ ವಾಕ್ಯದಲ್ಲಿ ನಮಗೆ ನೋಡಕ್ಕೆ ಸಾಧ್ಯ. ഒന്നാമത്തെ കാര്യം, ಮೊದಲನೆಯ ವಿಚಾರ, മാർക്കോസ് പറയുന്നു, ಮಾರ್ಕನು ಹೇಳ್ತಿದ್ದಾನೆ, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കൂടെ ഇരിക്കാനാണ്. ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡದ್ದು ಯಾವಾಗಲೂ ಅವರು ತನ್ನ ಸಂಗಡ ಇರಬೇಕೆಂಬುದಾಗಿ. അവൻ ചിലരെ തിരഞ്ഞെടുത്തത്, ಆತನ ಕೆಲವರನ್ನ ಆರಿಸಿಕೊಂಡದ್ದು യേശുവിന്റെ കൂടെ എപ്പോഴും കൂടെ ഇരിക്കാൻ, ಆತನ ಸಂಗಡಲೇ ಇರುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എല്ലാ കരവും ഉയർത്തി ഹല്ലേലൂയ. ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿರಿ, ಹಲ್ಲೆಲೂಯ ಹೇಳಿ. എല്ലാ കരവും ഉയർത്തി ഹല്ലേലൂയ. ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ ಹಲ್ಲೆಲೂಯ ಹೇಳೋಣ. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ ഇരിക്കണം. ಯೇಸು ಸ್ವಾಮಿ ಶಿಷ್ಯರಿಗೆ ಹೇಳ್ತಿದ್ದಾರೆ, ನೀವು ನನ್ನ ಸಂಗಡವಿರಬೇಕು. എന്തിനാ കർത്താവ് കൂടെ ഇരിക്കാൻ പറഞ്ഞത്? ಯಾತಕ್ಕಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ನನ್ನ ಸಂಗಡಲೇ ಇರಬೇಕು ಅಂತ ಹೇಳಿದ್ದು? കൂടെ ഇരിക്കുന്ന ചിലര്, ಜೊತೆಯಲ್ಲೇ ಇರತಕ್ಕಂತ ಕೆಲವರು അസാധാരണമായ വെളിപ്പാടുകൾ കാണും.
ಅಸಾಧಾರಣವಾದಂತಹ ಪ್ರಕಟಣೆಗಳನ್ನು ನೋಡ್ತಾರೆ. മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചിലത് കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದೆ ಇರತಕ್ಕಂತ ವಿಚಾರಗಳು ಯೇಸುವಿನ ಸಂಗಡ ಯಾವಾಗಲೂ ಇರತಕ್ಕಂತವರಿಗೆ ಗೊತ್ತಾಗುತ್ತದೆ. യേശുവിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರಸಂಗದ ಅತ್ಯಂತ ದೊಡ್ಡ ಪ್ರತ್ಯೇಕತೆ, യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു എന്നതാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ದೇವರ ರಾಜ್ಯದ ಕುರಿತಾಗಿ ಪ್ರಸಂಗಿಸುತ್ತಿದ್ದನು. ദൈവരാജ്യത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചു പോകുന്നതിനിടയിൽ ದೇವರ ರಾಜ್ಯದ ಕುರಿತಾಗಿ ಆತನು ಪ್ರಸಂಗಿಸಿ ಮುಂದುವರಿಯುತ್ತಿದ್ದಾಗ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ അഴിച്ചുമാറ്റി ഇതെല്ലാം ചെയ്തു. ಯೇಸು ಕ್ರಿಸ್ತನ ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡ್ತಾರೆ, ದೆವ್ವಗಳನ್ನ ಬಿಡಿಸುತ್ತಾರೆ, ಇದನ್ನೆಲ್ಲ ಮಾಡ್ತಾರೆ. കർത്താവ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ശൈലി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു കർത്താവ് പ്രസംഗിച്ചത്. ಆತನ ಪ್ರಸಂಗದ ವಿಷಯಗಳು ಸಾಧಾರಣ ಜನರಿಗೂ ಕೂಡ ಅರ್ಥವಾಗುತ್ತಿತ್ತು. മനസ്സിലാകാത്ത കാര്യം മനസ്സിലാകാൻ വേണ്ടി കർത്താവ് ഉപമകൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇರತಕ್ಕಂತ ಸಮಯದಲ್ಲಿ ಕೆಲವು ಉದಾಹರಣೆಗಳ ಸಹಿತ ಅದನ್ನ ಅವರಿಗೆ ಅರ್ಥವಾಗುವ ರೀತಿಯಲ್ಲಿ ಹೇಳ್ಕೊಡ್ತಿದ್ರು. വളരെ വ്യക്തമായി അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തു. ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಸ್ಪಷ್ಟವಾಗಿ ಅವರಿಗೆ ತಿಳಿಸಿಕೊಡುತ್ತಿದ್ದರು. എന്നിട്ടും പ്രസംഗം കേട്ടിട്ട് മനസ്സിലാകാത്ത ഒത്തിരി പേർ അതിനകത്തുണ്ടായിരുന്നു. ಆದರೂ ಪ್ರಸಂಗ ಕೇಳಿ ಗೊತ್ತಾಗದೆ ಇರತಕ್ಕಂತ എല്ലാ കാര്യവും വന്നു കേട്ട ജനത്തിനെല്ലാം മനസ്സിലായില്ല. ಬಂದು ಸೇರಿದಂತಹ ಎಲ್ಲರಿಗೂ ಎಲ್ಲ ವಿಚಾರಗಳು ಗೊತ್ತಾಗಲಿಲ್ಲ. എന്നാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ കൂടെ ഇരുന്ന ശിഷ്യന്മാർ വ്യക്തിപരമായി കർത്താവിനോട് ചോദിച്ചു. ಗೊತ್ತಾಗದೆ ಇರತಕ್ಕಂತ ವಿಚಾರಗಳನ್ನ ಶಿಷ್ಯರು ಜೊತೆಯಲ್ಲೇ ಇದ್ದುಕೊಂಡು ಅದನ್ನ ಕೇಳಿ ತಿಳ್ಕೊಳ್ತಿದ್ರು. ഗുരുവേ, അങ്ങ് ഇന്ന് പറഞ്ഞ കാര്യത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ಗುರುವೇ, ಆವಾಗ್ಲೇ ನೀವು ಹೇಳಿದಂತ ವಿಚಾರದ ಸರಿಯಾದ ಅರ್ಥಗಳೇನು ಅಂತ ಅವರು ಕೇಳ್ತಿದ್ರು. വ്യക്തിപരമായി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കർത്താവ് വ്യക്തമായി മറുപടി കൊടുത്തു. ವೈಯಕ್ತಿಕವಾಗಿ ಅವರು ಕೇಳಿರುವುದರ ಉದ್ದೇಶದ ನಿಮಿತ್ತ ದೇವರವರಿಗೆ ವ್ಯಕ್ತವಾಗಿ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳ್ಕೊಡ್ತಿದ್ರು. അതാ ഞാൻ പറഞ്ഞേ, കൂടിയിരിക്കുന്ന എല്ലാവർക്കും കിട്ടാത്ത ചില വെളിപ്പാട് കർത്താവുമായി ചേർന്നിരിക്കുന്ന ചിലർക്ക് കിട്ടാൻ പോവുകയാണ്. ಆಗ ಜೊತೆಯಲ್ಲಿ ನಡೆಯತಕ್ಕಂತ ಅನೇಕರಿಗೆ ಸಿಕ್ಕದಂತಹ ವಿಚಾರಗಳು ಅವರ ಸಂಗಡವೇ ಇರತಕ್ಕಂತವರಿಗೆ ಸಿಗುತ್ತದೆ. മറ്റാർക്കും കിട്ടിയില്ലേലും നിങ്ങൾക്ക് അത് കിട്ടാൻ പോവുകയാണ്. ಇನ್ನು ಅನೇಕರಿಗೆ ಸಿಗದೇ ಇರುವಂತದ್ದು ನಮಗೆ ಸಿಗುತ್ತದೆ. അടുത്തിരിക്കുന്ന വ്യക്തി പ്രാപിച്ചില്ലേലും നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ಹತ್ತಿರದಲ್ಲಿ ಕೂತಿರುವಂತ ವ್ಯಕ್ತಿ ಹೊಂದಿಕೊಳ್ಳದಿದ್ದರೆ ನೀನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. യേശുവിനോടൊപ്പം ചേർന്നിരിക്കാൻ, ಯೇಸುವಿನೊಂದಿಗೆ ಜೀವಿಸುವುದಕ್ಕಾಗಿ, യേശുവിനോടൊപ്പം ചേർന്നിരിക്കാൻ, ಯೇಸು ಕ್ರಿಸ್ತನ ಸಂಗಡಲೇ എല്ലാ ಇರುವುದಕ್ಕಾಗಿ, സമയത്തും കൂടെ ഇരിക്കാൻ ಪ್ರತಿ ಸಮಯ ಆತನ ಜೊತೆಯಲ್ಲೇ ദൈവം ഈ ಇರುವುದಕ್ಕಾಗಿ പകൽക്കാലം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ಇಂದು ಹಗಲಿನ ವೇಳೆ ಆತ ನಮ್ಮೆಲ್ಲರನ್ನ അതിനായി ಆಹ್ವಾನಿಸುತ್ತಿದ್ದಾರೆ. കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. ಅದಕ್ಕೋಸ್ಕರ ಆತ ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. യേശു കൂടെ ഇരിക്കാൻ ചിലരെ തിരഞ്ഞെടുത്തു. ಆಗ ಮೊದಲನೇದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶಿಷ್ಯರು ಆತನ ಸಂಗಡ ಇರಬೇಕೆಂಬುದಾಗಿ ಅವರನ್ನು ಆರಿಸಿಕೊಳ್ತಿದ್ದಾರೆ. നാം വായിച്ച അതേ പോർഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, യേശു പ്രസംഗിക്കാൻ കുറച്ചുപേരെ തിരഞ്ഞെടുത്തു. ಮಾತ್ರವಲ್ಲದೆ ಪ್ರಸಂಗಿಸುವುದಕ್ಕಾಗಿ ಕೆಲವರನ್ನು ಆರಿಸಿಕೊಳ್ಳುತ್ತಾನೆ. എല്ലാവരും യേശുവിന്റെ കൂടെ ഇരുന്നാൽ മാത്രം പോരല്ലോ. ಎಲ್ಲವರು ಯಾವಾಗಲೂ ಆತನ ಸಂಗಡ ಮಾತ್ರ ಇದ್ರೆ ಸಾಲದು. കൂടെ ഇരുന്ന് പ്രാപിച്ചതിനെ ജനത്തിനിടയിൽ പറയണ്ടയോ? ಜೊತೆಯಲ್ಲೇ ಇದ್ದುಕೊಂಡು ಹೊಂದಿಕೊಂಡದ್ದನ್ನ ಇತರರಿಗೆ ಹೋಗಿ ಸಾರಬೇಕಾಗಿದೆ. അതിന് കർത്താവ് അധികാരമുള്ള ചിലരുടെ വാ തുറപ്പിച്ചു. ಹಾಗಾಗಿ ಕೆಲವರ ಬಾಯನ್ನು ಆತನು ಅಧಿಕಾರದಿಂದ ತೆರೆಯ ಮಾಡುತ್ತಿದ್ದಾನೆ. നിയോഗമുള്ളവരുടെ വായ് തുറപ്പിച്ചു. ಪ್ರೇರಣೆ ಇರತಕ್ಕಂತವರ ಬಾಯನ್ನು ಆತನು ತೆರೆಯುತ್ತಿದ್ದಾನೆ. കെട്ടപ്പെട്ടിരിക്കുന്ന വായ് തമ്പുരാൻ ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുകയാണ്. ಇದು ಹಗಲಿನ ವೇಳೆ ಕಟ್ಟಲ್ಪಟ್ಟಿರತಕ್ಕಂತಹ ನಿನ್ನ ನಾಲಿಗೆ ಕಟ್ಟುಗಳನ್ನು ಆತನು ಇವತ್ತು ಒಡೆದು ಹಾಕುತ್ತಿದ್ದಾನೆ. നിങ്ങളുടെ വായ്കൾ തുറന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾ പ്രസ്താവിക്കാൻ പോകുകയാണ്. ನೀವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಮಹತ್ ಕಾರ್ಯಗಳನ್ನ ಆಮೇಲೆ ಹೇಳಲಿಕ್ಕಿದ್ದೀರಿ. കർത്താവിൽ വൻ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോകുകയാണ്. ಈ ಮಹತ್ ಕಾರ್ಯಗಳನ್ನ ನಮ್ಮ ಮುಖಾಂತರ ಆತನು ಹೇಳಲಿಕ್ಕಿದ್ದಾನೆ. യേശു കൂടെ ഇരുന്നവരോട് ചിലരോടങ്ങ് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാൻ ഇറങ്ങിക്കോണം. ಕೆಲವರಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾರೆ, ನೀವು ಹೋಗಿ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ಶುರು പ്രസംഗിക്കാൻ ಮಾಡಿ, ഇറങ്ങിക്കോണം. ಪ್ರಸಂಗಿಸುವುದಕ್ಕೆ ಹೋಗಿರಿ. ചിലടത്തൊക്കെ പറയാൻ ദൈവം നമ്മുടെ നാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ಕೆಲವರಿಗೆ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವುದಕ್ಕಾಗಿ ಆತನು ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾರೆ. ചിലടത്തൊക്കെ പാടാൻ കർത്താവ് നമ്മുടെ നാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ಕೆಲವು ಸ್ಥಳಗಳಲ್ಲಿ ಹಾಡುವುದಕ್ಕಾಗಿ ದೇವರು ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾರೆ. അതായത് സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ 8ನೇ ವಚನ ഞാൻ പറഞ്ഞു വിടാം. ನಾನು ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. അവിടെ 3 പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. ಅಲ್ಲಿ 3 ಭಾಗಗಳನ್ನು ನಮಗೆ ನೋಡಕ್ ಸಾಧ್ಯ. ഞാൻ പറഞ്ഞ 2 പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2 ಭಾಗಗಳು ನಿಮಗೆ ನೆನಪಿರಬಹುದು. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ പ്രധാന ഉദ്ദേശം, ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದರ ಪ್ರಧಾನ ಉದ್ದೇಶ, ഒന്ന് യേശുവിന്റെ കൂടെ ഇരിക്കാൻ, ಒಂದು ಆತನ ಸಂಗಡಲೇ ಇರುವುದಕ್ಕಾಗಿ, 2 പ്രസംഗിപ്പാൻ, ಎರಡನೇದಾಗಿ ಸಾರುವುದಕ್ಕೆ ಅಥವಾ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ, മൂന്നാമത്തെ ഉദ്ദേശം മത്തായി പറഞ്ഞിരിക്കുന്നു. ಮೂರನೇ ಉದ್ದೇಶ ಮತ್ತಾಯನು ಹೇಳ್ತಿದ್ದಾನೆ. 10-ാം അധ്യായം 8-ാം വാക്യം. 10ನೇ ಅಧ್ಯಾಯ 8ನೇ ವಚನ. അവൻ ചിലരെ സൗഖ്യമാക്കാൻ തിരഞ്ഞെടുത്തു. ಕೆಲವರನ್ನ ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡುವುದಕ್ಕಾಗಿ ಆರಿಸಿಕೊಂಡರು. രോഗിയായിരിക്കുന്നവർ ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊള്ളൂ. ರೋಗಿಯಾಗಿರತಕ್ಕಂಥವರೇ ಈ ಸಂದೇಶವನ್ನ ಕೇಳಿರಿ. നിങ്ങൾ
സൗഖ്യമാകുക മാത്രമല്ല, ನಿಮ್ಮನ್ನ ಸೌಖ್ಯ ಮಾಡುವಂಥದ್ದು ಮಾತ್ರವಲ್ಲ, നിങ്ങളിൽ കൂടി അനേകം പേർ സൗഖ്യം പ്രാപിക്കാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಖಾಂತರ ಇನ್ನಿತರು ಸೌಖ್ಯವಾಗುವ ಹಾಗೆ ನಿಮ್ಮನ್ನ ಆತನು ಉಪಯೋಗಿಸುತ್ತಾನೆ. നിങ്ങളിൽ കൂടി വൻ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಖಾಂತರ ಮಹತ್ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ. നിങ്ങളിൽ കൂടി ക്യാൻസർ സൗഖ്യമാകാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಖಾಂತರ ಕ್ಯಾನ್ಸರ್ ರೋಗಗಳು നിങ്ങളിൽ കൂടി പ്രഷർ ಸೌಖ್ಯವಾಗಲಿವೆ. സൗഖ്യമാകാൻ പോകുകയാണ്. ನಿನ್ನ ಮುಖಾಂತರ ಪ್ರೆಷರ್ ರೋಗವು ಸೌಖ್ಯವಾಗುತ್ತದೆ. ಥೈರಾಯ್ಡ್ ಸೌಖ್ಯമാകാൻ പോകുകയാണ്. ಥೈರಾಯ್ಡ್ ಸೌಖ್ಯವಾಗುತ್ತೆ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. ಎಲುಬಿಗೆ ಸಂಬಂಧಪಟ್ಟ ರೋಗಗಳು ಸೌಖ್ಯವಾಗುತ್ತದೆ. ഏത് വലിയ പ്രശ്നങ്ങളും രോഗങ്ങളും ഈ പകൽ നിങ്ങളിൽ കൂടി സൗഖ്യമാകാൻ പോകുകയാണ്. ಎಷ್ಟೇ ದೊಡ್ಡ ರೋಗಗಳಾಗಲಿ ಪ್ರತಿಕೂಲಗಳಾಗಲಿ ನಿನ್ನ ಮುಖಾಂತರ ಅದು ಬಿಡುಗಡೆ ಆಗುತ್ತದೆ. ಹಲ್ಲೆಲೂಯಾ, ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഉറക്കെ ആമേൻ പറഞ്ഞേ. ಗಟ್ಟಿಯಾಗಿ ಆಮೆನ್ ಅಂತ ಹೇಳಿರಿ. യേശു തിരഞ്ഞെടുത്ത അടുത്ത ഉദ്ദേശം നമ്മൾ കേട്ടത്, യേശു രോഗികളെ സൗഖ്യമാക്കാൻ ചിലരെ തിരഞ്ഞെടുത്തു. ಯೇಸು ಕ್ರಿಸ್ತನು ಅವರನ್ನು ಆರಿಸಿಕೊಂಡಿರುವುದರ ಮೂರನೇ ಉದ್ದೇಶವಾಗಿತ್ತು ಹೋಗಿ ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡುವಂಥದ್ದು. വേറെ ചിലരെ കർത്താവ് തിരഞ്ഞെടുത്തു ഭൂതങ്ങളെ മാറ്റാൻ. ಇನ್ನು ಕೆಲವರನ್ನ ದೇವರು ಆರಿಸಿಕೊಳ್ಳುತ್ತಾರೆ ಹೋಗಿ ದೆವ್ವಗಳನ್ನ ಓಡಿಸುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച അധ്യായത്തിൽ ആ ഭാഗത്തിലാണ് കാണാൻ കഴിയുന്നത്. 10-ാം അധ്യായം 8-ാം വാക്യം, മത്തായി സുവിശേഷം 10:8 പറഞ്ഞിരിക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കാൻ ഭൂതങ്ങളെ മാറ്റാൻ കർത്താവ് അവർക്ക് അധികാരം കൊടുക്കുകയാണ്. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ 8ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡುವುದಕ್ಕಾಗಿಯೂ ದೆವ್ವಗಳನ್ನ ಓಡಿಸುವುದಕ್ಕಾಗಿಯೂ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഭൂതങ്ങളെ മാറ്റാൻ കർത്താവ് അധികാരം കൊടുത്തു. ದೆವ್ವಗಳನ್ನ ಓಡಿಸುವುದಕ್ಕಾಗಿ ಅಧಿಕಾರವು ಸಿಗುತ್ತಿದೆ. കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ಪಕ್ಕದಲ್ಲಿರತಕ್ಕಂಥವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿರಿ, ഭൂതത്തെ കണ്ട് പേടിക്കരുത്. ದೆವ್ವಗಳನ್ನ ನೋಡಿ ಹೆದರಬೇಡ್ರಿ. ഭൂതത്തെ കണ്ട് പേടിക്കരുത്. ದೆವ್ವಗಳನ್ನ ನೋಡಿ ಹೆದರಬೇಡ್ರಿ. നോക്കിക്കേ, ആ വാക്ക് പറയാൻ പറഞ്ഞപ്പോ എത്ര സന്തോഷം വന്നു നോക്കിയേ. ಕೆಲವರಿಗೆ ಎಷ್ಟು ಬಹಳ ಸಂತೋಷ ಆಗ್ತಿದೆ ಅದು ಕೇಳುವಾಗ. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി മുഖത്ത് നോക്കി വിളിക്കുക, ഭൂതത്തെ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಹೇಳ್ತಾ ಇದ್ದೀರಿ, ದೆವ್ವವನ್ನ ನೋಡಿ ಹೆದರಬೇಡಿ ಅಂತ അല്ല, നമ്മൾ പറഞ്ഞത് പിശാചിനെ കണ്ട് പേടിക്കരുതെന്നാ. ನಾನು ಹೇಳ್ತಿರುವಂತದ್ದು ಸೈತಾನನನ್ನ ನೋಡಿ ಹೆದರಬೇಡ್ರಿ ಎಂಬುದಾಗಿ. കാരണം നമ്മുടെ അകത്തിരിക്കുന്ന ദൈവശക്തി പിശാച് പേടിക്കുന്ന ശക്തി അത്രേ. ಕಾರಣ ನಮ್ಮೊಳಗಡೆ ಇರತಕ್ಕಂಥ ಶಕ್ತಿಯು ಸೈತಾನನಿಗೆ ಭಯ ಹುಟ್ಟಿಸುವಂತಹ ಶಕ್ತಿಯಾಗಿದೆ. ഭൂതത്തെ പുറത്താക്കാൻ ചിലരെ തിരഞ്ഞെടുത്തു. ದೆವ್ವಗಳನ್ನ ಓಡಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಕೆಲವರನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. അടുത്ത പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥനയിലേക്ക് വേഗത്തിൽ വരികയാണ്. ಮುಂದಿನ ವಿಚಾರವನ್ನ ಕೂಡ ಹೇಳಿ ಪ್ರಾರ್ಥನೆಗೆ ನಮ್ಮ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸೋಣ. കർത്താവ് അടുത്ത് വേറെ ചിലരെ തിരഞ്ഞെടുത്തു. ಕರ್ತನು ಇನ್ನಿತರೆ ಕೆಲವು ವ್ಯಕ್ತಿಗಳನ್ನು ಆರಿಸಿಕೊಂಡನು, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ. ഞാൻ പറഞ്ഞ വാക്ക് എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. ನಾನು ಹೇಳಿರತಕ್ಕಂತ ಈ ಕಾರ್ಯಗಳು ಯಾವುದು ನನ್ನ ಕೈಯಿಂದ ಹೇಳ್ತಾ ಇಲ್ಲ, ಸತ್ಯವೇದದ ವಾಕ್ಯಗಳನ್ನೇ ಹೇಳ್ತಾ ಇದ್ದೇನೆ. നമ്മൾ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിയും, ನಾವು ಓದಿದಂತಹ ಅದೇ ವಾಕ್ಯದಲ್ಲಿ ಓದಕ್ಕೆ ಸಾಧ್ಯ. യേശു വേറെ ചിലരെ തിരഞ്ഞെടുത്തത്, ಯೇಸು ಇನ್ನು ಕೆಲವರನ್ನ ಆರಿಸಿಕೊಂಡದ್ದು, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ. പ്രാർത്ഥനയിൽ മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಡಲಿಕ್ಕಿದ್ದಾರೆ. ഡോക്ടർ മരിച്ചുവെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തയ്യാറാക്കിയ ചിലർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ಸತ್ತು ಹೋಯಿತು ಎಂಬುದಾಗಿ ಮೆಡಿಕಲ್ ಸರ್ಟಿಫಿಕೇಟ್ ಬರುವಷ್ಟೊತ್ತಿಗೆ ನೀವು ಹೋಗಿ ಅವರನ್ನ ಎಬ್ಬಿಸ್ತೀರಿ. ಹಲ್ಲೆಲೂಯ. ചില മാസങ്ങൾക്കൊക്കെ മുമ്പ്, ಕೆಲವು ತಿಂಗಳುಗಳ ಹಿಂದೆ, ഞാൻ അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ನಾನು ಬೆಳಗ್ಗೆ ಎದ್ದಾಗ ನಿದ್ದೆಯಿಂದ ಎದ್ದಾಗ എന്റെ വീട്ടിലൊരു സഹോദരൻ പ്രാർത്ഥനയ്ക്ക് വന്നു. ಮನೆಗೆ ಒಬ್ಬರು ಪ್ರಾರ್ಥನೆಗಾಗಿ ಬಂದ್ರು. അദ്ദേഹം വളരെ വളരെ വെപ്രാളത്തോടുകൂടി തിടുക്കത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥന ചോദിച്ചു വരികയാണ്. ಬಹಳ ಅರ್ಜೆಂಟ್ ಆಗಿ ಅವರು ಪ್ರಾರ್ಥನೆಗಾಗಿ ಬರ್ತಿದ್ದಾರೆ. അദ്ദേഹത്തോട് ഞാൻ രാവിലെ ആയതുകൊണ്ട് ഉറക്കം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ನಾನು ಆಗ ಅಷ್ಟೇ ನಾನು ನಿದ್ದೆಯಿಂದ ಎದ್ದಿದ್ದು. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ബ്രദറെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ನಾನು ಕೇಳಿದೆ, ಏನು ಸಮಸ್ಯೆ ಅಂತ. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ಅವ್ರು ನನಗೆ ಹೇಳಿದ ಈ ರೀತಿ ಆಗಿತ್ತು. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കാരക്കുളം മെഡിക്കൽ കോളേജ് എന്ന് പറയും. ನಮ್ಮ ಮನೆ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಇದೆ. ആ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ വൈഫ് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ಆ ಮೆಡಿಕಲ್ ಕಾಲೇಜಲ್ಲಿ ಬಂದ ವ್ಯಕ್ತಿಯ ಹೆಂಡತಿ ಸೌಖ್ಯವಿಲ್ಲದೆ ಮಲಗಿದ್ದಾರಂತೆ. ഐസിയുവിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ICU ಅಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗಿದ್ದಾರೆ. അദ്ദേഹം പറഞ്ഞു, മരണാവസ്ഥയാണ്, ഒന്ന് വന്ന് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ಬಹಳ ಮರಣದ ಒಂದು ಅವಸ್ಥೆ ಆಗಿದೆ, ಬಂದು ನನ್ನ ಹೆಂಡತಿಗಾಗಿ ಪ್ರಾರ್ಥಿಸ್ರಿ. ഞാൻ അദ്ദേഹത്തോടൊപ്പം പെട്ടെന്ന് ഫ്രഷായി അദ്ദേഹത്തോടൊപ്പം
യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. ನಾನು ತಕ್ಷಣ ಫ್ರೆಶ್ ಆಗಿ ಅವರ ಸಂಗಡ ಪ್ರಯಾಣ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಆ ಮೆಡಿಕಲ್ ಕಾಲೇಜಿಗೆ. അതിരാവിലെ കുറച്ച് ടൈം ICU അതിനകത്ത് കയറി കാണാൻ പറ്റും. ಬೆಳಗಿನ ಸಮಯ ಸ್ವಲ್ಪ ಸಮಯ ICU ಒಳಗಡೆ ಹೋಗಿ ನೋಡಬಹುದಾಗಿದೆ. അതുകൊണ്ട് അദ്ദേഹം വളരെ തിടുക്കത്തിൽ എന്നെ അതിനകത്ത് കയറ്റി പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാ അദ്ദേഹം വളരെ തിടുക്കത്തിൽ ഓടി വന്നു. ಹಾಗಾಗಿ ಅವರು ಬಹಳ ಅರ್ಜೆಂಟ್ ಆಗಿ ಪಾಸ್ಟರ್ನ ಕರ್ಕೊಂಡು ಹೋಗಿ ಆ ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೋಸ್ಕರ ಅವರು ಬೇಗನೆ ಬಂದ್ರು. ഞാൻ ആ അകത്ത് ICU റൂമിനകത്ത് കയറിയപ്പോഴേക്കും ಆ ICU ಒಳಗಡೆ ನಾನು ಹೋದಾಗ കണ്ട കാഴ്ച, ನಾನು ನೋಡಿದಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿ, ഡോക്ടേഴ്സ് മുഴുവനും പെട്ടെന്ന് ആ സ്ത്രീയെ വളരെ പെട്ടെന്ന് ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുക. ಡಾಕ್ಟರ್ಸ್ ಬಹಳ ಅರ್ಜೆಂಟ್ ಆಗಿ ಆ ಸಹೋದರಿಗೆ ಚಿಕಿತ್ಸೆಯನ್ನು ಕೊಡುತ್ತಿದ್ದಾರೆ. ചലിച്ചുകൊണ്ടിരുന്ന ശരീരം പെട്ടെന്ന് ചലനശേഷി നഷ്ടപ്പെട്ടു പോവുക. ಆ ಶರೀರದ ಚಲನೆ ಬಹಳ ಕಡಿಮೆಯಾಗಿ ಸ್ಥಗಿತಗೊಳ್ಳತಕ್ಕಂಥ ಅನುಭವಕ್ಕೆ ಹೋಗ್ತಿದೆ. ICU റൂമിനകത്ത് നിന്ന് എല്ലാവരും പുറത്താക്കാൻ തുടങ്ങി, സന്ദർശകരെല്ലാം പുറത്താക്കാൻ തുടങ്ങി. ತಕ್ಷಣ ICU ಅಲ್ಲಿ ಇದ್ದಂತಹ ಎಲ್ಲ ವಿಸಿಟರ್ಸ್ ಅನ್ನ ಹೊರಗಡೆ ಕಳಿಸ್ಲಿಕ್ಕೆ ಶುರು ಮಾಡಿದ್ರು. എനിക്കറിയാം മരണ ടൈമിന്റെ ഏറ്റവും ലാസ്റ്റ് ടൈമാണ് വന്ന് നിൽക്കുന്നത്. ನನಗೆ ಗೊತ್ತಾಯ್ತು ಇನ್ನೇನೋ ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಆ ಸಹೋದರಿ ಮರಣ ಹೊಂದುತ್ತಾರೆ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಾಯ್ತು. ಜಸ್ಟ್ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങി. ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸಿ ನಾನು ಹೊರಗಡೆ ಬಂದೆ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ പ്രാർത്ഥിക്കാൻ വന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, ಆ ಪ್ರಿಯ ಸಹೋದರ ನನಗೆ ಕೇಳಿದ್ರು, പാസ്റ്ററേ വൈഫിന് എങ്ങനെയുണ്ട്? ಪಾಸ್ಟ್ರೇ ನನ್ನ ಹೆಂಡತಿಗೆ ಹೇಗಿದೆ? എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല, ನನಗೆ ಏನು ಹೇಳಬೇಕು ಅಂತ ಗೊತ್ತಾಗ್ತಿಲ್ಲ. അദ്ദേഹത്തിന്റെ ഭാര്യ മരണാവസ്ഥയിലേക്ക് അടുക്കുന്നു എന്ന് വളരെ കൃത്യമായി എനിക്കറിയാം. ಆ ಸಹೋದರಿ ಮರಣಾವಸ್ಥೆ ತಲುಪ್ತಿದ್ದಾರೆ ಅನ್ನೋ ವಿಚಾರ ನನಗೆ ಕ್ಲಿಯರ್ ಆಗಿ ಗೊತ್ತಿದೆ. മെഷീനിൽ പോയിന്റ് നേരെ വരയായി തുടങ്ങി. ಆಮೇಲೆ ಅಲ್ಲಿ ಆ ಮೆಷಿನ್ ಅಲ್ಲಿ ಪಾಯಿಂಟ್ಸ್ ಅನ್ನ ತೋರಿಸಿದ್ರು, ಅದು ಬಹಳ ಒಂದು ಹೀನಾಯ ಸ್ಥಿತಿಗೆ ಬರ್ತಾ ಇದೆ. അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. ನಾನು ಒಂದು ವಿಚಾರ ಅವರಿಗೆ ಹೇಳಿದೆ, ഒരു പ്രശ്നവുമില്ല, വളരെ സുഖമായി പുറത്തിറങ്ങി വരും, ಯಾವ ಸಮಸ್ಯೆನೂ ಇಲ್ಲ, ಅವರು ಸೌಖ್ಯದಿಂದ ಹೊರಗಡೆ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ. അദ്ദേഹം ആ വിശ്വാസത്തിന്റെ വാക്ക് ഏറ്റെടുത്തു. ಅವರು ನಂಬಿಕೆಯಿಂದ ಕೇಳಲ್ಪಟ್ಟಂತಹ ಆ ಶಬ್ದವನ್ನು ಅವರು ತಗೊಂಡ್ರು. ഞങ്ങൾ ആ ആശുപത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചാപ്പൽ റൂം ഉണ്ട്. ಆ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಒಂದು ಚಾಪೆಲ್ ರೂಮ್ ಇತ್ತು. അവിടെ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി. ನಾನು ಅವ್ರನ್ನ ಕರ್ಕೊಂಡೋಗಿ ಅಲ್ಲಿ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തു, ಜೊತೆಯಾಗಿ ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಶುರು ಮಾಡಿದ್ರು. ജസ്റ്റ് പ്രാർത്ഥിച്ചു. ಸ್ವಲ್ಪ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು. വേറെ ഒന്ന് രണ്ട് സ്നേഹിതരുണ്ടായിരുന്നു, ಇನ್ನೊಬ್ರು ಸ್ನೇಹಿತರು ಕೂಡ ಇದ್ರು. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ನಾವು ಎಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും വന്ന ഫോൺ കോൾ. ನಾವು ಪ್ರಾರ್ಥನೆ ಮುಗಿಸಿ ಮನೆಗೆ ಬಂದ ತಕ್ಷಣ ಬಂದ ಫೋನ್ ಕಾಲ್ ಏನು ಅಂತ ಹೇಳಿದ್ರೆ, ಮರುന്നിನೋಡು ಪ್ರತಿകരിಸಿ ತೊಡಗಿ. ಆಮೇನ್ ಸಹೋದರಿಗೆ ಕೊಡುತ್ತಿದ್ದಂತ ಚಿಕಿತ್ಸೆಗೆ ಅದು ಕಾರ್ಯ ಮಾಡಲಿಕ್ಕೆ ಶುರು ಮಾಡಿತು. മരിച്ചുവെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയത്. ಆಗ ಇನ್ನೇನೋ ಸತ್ತು ಹೋಗ್ತಾರೆ ಎಂಬುದಾಗಿ ಮೆಡಿಕಲ್ ಸೈನ್ಸ್ ಹೇಳಿದಾಗ അതിനെ തിരുത്തി എഴുതിക്കൊണ്ട് കർത്താവ് പറഞ്ഞു അത്ഭുതം. ಅದನ್ನ ಆಮೇಲೆ ಸರಿಪಡಿಸಿ ದೇವರು ಹೇಳಿದ್ರು, ಈಗೋ ಅದ್ಭುತವನ್ನ ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. പറയുന്നു മരിച്ചു എന്ന് പറയുന്ന ചിലതിന് ജീവൻ കൊടുക്കാൻ. ಆಗ ಸತ್ತು ಹೋಯಿತು ಎಂಬುದಾಗಿ ಅನಿಸಿಕೊಂಡಿರತಕ್ಕಂಥವುಗಳಿಗೆ ಜೀವ ಕೊಡುವುದಕ್ಕೋಸ್ಕರ ദൈവം നിങ്ങളുടെ അകത്ത് അഭിഷേകത്തെ പകർന്നിരിക്കുകയാണ്. ದೇವರು ನಿಮ್ಮೊಳಗಡೆ ಆ ಅಭಿಷೇಕವನ್ನು ಕೊಡುತ್ತಿದ್ದಾರೆ. എന്റെ കുഞ്ഞു പ്രായത്തിൽ, ನನ್ನ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ എന്നോട് പ്രവാചകന്മാർ ഒത്തിരി പേർ പറയും, ನನಗೆ ಅನೇಕ ಪ್ರವಾದಿಗಳು ಬಂದು ಹೇಳ್ತಿದ್ರು, നിന്നെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക, ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ ನಿನ್ನನ್ನು ನೇಮಿಸಿದ್ದೇನೆ ಎಂಬುದಾಗಿ. അന്ന് എനിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. ಆ ದಿವಸಗಳಲ್ಲಿ ಆ ಮಾತಿನ ಅರ್ಥವು ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ഇന്ന് പ്രവൃത്തി കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, കർത്താവിന്റെ വാഗ്ദത്തം, കർത്താവ് നമ്മളോട് നൽകുന്ന വിശ്വസ്തതയാൽ നൽകുന്ന വാക്കാണ്. ಆಗ ಇವತ್ತು ನನಗೆ ಕ್ರಿಯೆಗಳ ಮುಖಾಂತರ ಗೊತ್ತಾಯಿತು, ಅವತ್ತು ಮಾಡಿದಂತ ವಾಗ್ದಾನಗಳು ಈಗ ನೆರವೇರುತ್ತಿದೆ ಎಂಬುದಾಗಿ. അത് സംഭവിക്കാൻ പോകുകയാണ്. ಅದು ನಮ್ಮಲ್ಲಿ ಎಲ್ಲರಲ್ಲಿಯೂ ಸಂಭವಿಸುತ್ತದೆ. നിങ്ങളോട് ആത്മാവിൽ പ്രവചിക്കുന്നു, ನಿಮ್ಮಲ್ಲಿ ನಾನು ಆತ್ಮಭರಿತನಾಗಿ ಪ್ರವಾದಿಸುತ್ತೇನೆ. ഓരോരുത്തരും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന വ്യക്തികളായി മാറാൻ പോകുകയാണ്. ನೀವು ಒಬ್ಬೊಬ್ಬರು ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವವರಾಗಿ ಮಾರ್ಪಡಬೇಕು. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಡಬೇಕಾಗಿದೆ. ജീവന്റെ ശേഷിപ്പ് ಪಟ್ಟಣങ്ങളിൽ ಎഴുന്നേൽക്കാൻ പോകുകയാണ്. ಆಮೇಲೆ ಜೀವದ ಆಮೇಲೆ ಒಂದು ಅಂಶವು ಪಟ್ಟಣದಲ್ಲಿ ಎಬ್ಬಿಸಲ್ಪಡುತ್ತಿದೆ. ಅದ್ಭುತത്തിന്റെ ಸಾಕ್ಷ್ಯ ನಿങ്ങളുടെ ಕಾದುಗಳಲ್ಲಿ ಕೇಳ್ക്കാൻ പോകുകയാണ്. ಅದ್ಭುತಗಳ ಸಾಕ್ಷ್ಯಗಳನ್ನು ನೀವು ಕಾಣಲಿಕ್ಕಿದ್ದೀರಿ, ನೋಡ್ಲಿಕ್ಕಿದ್ದೀರಿ. യേശു പറഞ്ഞ സ്വയം യേശുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനമായിരുന്നു. ಯೇಸು ತನ್ನ ಕುರಿತಾಗಿ ತಾನು ಪ್ರವಾದಿಸಿದ ವಿಷಯಗಳಾಗಿತ್ತು. ബദ്ധന്മാർക്ക് വിടുതൽ, ಆಮೇಲೆ ಬಂಧಿತರಿಗೆ ಬಿಡುಗಡೆ, കുരുടന്മാർക്ക് കാഴ്ച, ಕುರುಡರಿಗೆ ಕಣ್ಣು കർത്താവ് ചെയ്യും. ಕರ್ತನು ಕೊಡಲಿಕ್ಕಿದ್ದಾನೆ. യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ, ಯೇಸುವಲ್ಲಿ ನಂಬತಕ್ಕಂತ ಯೇಸುವಿನ ಶಿಷ್ಯನು, അവനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക്, ಅವನ ಕುರಿತಾಗಿ ಕರ್ತನು ಹೇಳತಕ್ಕಂತ ಮಾತು, വിശ്വസിക്കുന്നവൻ യേശു ചെയ്തതിലും അധികം ചെയ്യും.
ನಂಬತಕ್ಕಂಥವನು ಆಮೇಲೆ ನಾನು ಮಾಡಿದ್ದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಮಾಡುತ್ತಾನೆ ಎಂಬುದಾಗಿ. യേശുവിനേക്കാൾ വലിയവനാകാനായിട്ടല്ല, യേശു സ്വാമിಗಿಂತ ದೊಡ್ಡ ವ್ಯಕ್ತಿ ಆಗುವುದಕ್ಕಾಗಿ ಅಲ್ಲ, യേശുവിന്റെ പ്രവൃത്തി ഇന്നും നിന്നു പോയിട്ടില്ലെന്ന് ദേശം അറിയേണ്ടതിന്, ಯೇಸುವಿನ ಕಾರ್ಯಗಳು ಇವತ್ತು ನಿಂತು ಹೋಗಿಲ್ಲ ಎಂಬುದಾಗಿ ಲೋಕವು ತಿಳಿಯುವುದಕ್ಕಾಗಿ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുന്ന ദിവസങ്ങളായി മാറാൻ പോകുകയാണ്. ದೇವರು ನಮ್ಮನ್ನ ಉಪಯೋಗಿಸುವ ದಿವಸಗಳು ಬಹಳ ಹತ್ತಿರದಲ್ಲಿವೆ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്, ನಂಬತಕ್ಕಂಥವರ ಹೊಟ್ಟೆ ಒಳಗಡೆಯಿಂದ പറയുന്നത് പോലെ ಸತ್ಯವೇದ ಹೇಳತಕ್ಕ ರೀತಿಯಲ್ಲಿ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോകുകയാണ്. ಜೀವಜಲದ ನದಿಯು ಹರಿಯುತ್ತದೆ. ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോകുകയാണ്. ಜೀವಜಲದ ನದಿಯು ಹರಿಯುತ್ತದೆ. നിങ്ങൾ കാൽ ചവിട്ടുന്ന പട്ടണങ്ങളിൽ ജീവന്റെ ശേഷിപ്പ് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ನೀವು ಪ್ರವೇಶಿಸುವಂತ ಪಟ್ಟಣಗಳಿಗೆ ಅದು ಹರಿಯುತ್ತದೆ. നിങ്ങൾ കാൽ ചവിട്ടുന്ന പട്ടണങ്ങളിൽ രോഗികൾ സൗഖ്യമാകാൻ പോകുകയാണ്. ನೀವು ಹೋಗತಕ್ಕಂತ ಪಟ್ಟಣಗಳಲ್ಲಿ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് വിളിച്ചു പറയാം, ഇതൊരു പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ മാത്രമല്ല. അടുത്ത തലം ആമേൻ ദൈവാത്മാവിനോട് പറയുന്നു, മിറക്കിൾ ഫെസ്റ്റിനകത്ത് നടക്കുകയാണ്. ಆಮೆನ್. ಇಲ್ಲಿ ನಾನು ಆತ್ಮನಲ್ಲಿ ತುಂಬಿ ಹೇಳುತ್ತೇನೆ, ಇದು ಕೇವಲ ಒಂದು ಪ್ರವಾದನ ಸಮ್ಮೇಳನದಲ್ಲಿ ಮುಗಿಯೋದಿಲ್ಲ, ಬದಲಾಗಿ ಒಂದು ಅದ್ಭುತದ ಕೂಟಗಳು ಇಲ್ಲಿ ನಡೆಯುತ್ತದೆ. അത്ഭുതത്തിന്റെ ഉത്സവമായി മാറാൻ പോകുകയാണ്. ಅದ್ಭುತಗಳ ಉತ್ಸವಗಳು ಇಲ್ಲಿ ನಡೆಯುತ್ತದೆ. കുരുട്ട് കണ്ണിന് കാഴ്ച വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ಕುರುಡರಿಗೆ ಕಣ್ಣು ಸಿಗುತ್ತದೆ. ഭൂതയാത്മാക്കൾ ഇളകി മാറാൻ പോകുകയാണ്. ಆಮೇಲೆ ದೆವ್ವಗಳು ಓಡುತ್ತವೆ. ഭ്രാന്തന്മാർക്ക് വിടുതൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. സകലರಿಗೂ ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ. ശക്തന്മാരായ വിടുതൽ ശുശ്രൂഷകരുടെ തലം ദൈവാത്മാവ് ഈ പകൽ തുറക്കാൻ പോകുകയാണ്. ಶಕ್ತರಾದ ಬಿಡುಗಡೆ ಮಾಡತಕ್ಕಂತ ಸೇವೆ ಮಾಡತಕ್ಕಂತವರನ್ನ ದೇವರು ಇಲ್ಲಿಂದ ಉದ್ಭವಿಸುತ್ತಾರೆ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പോകുക, കാലില്ലാത്തവർക്ക് കാല് വരാൻ പോകുക. ಆಮೇಲೆ ನೀವು ಪ್ರಾರ್ಥಿಸುವಾಗ ಕಣ್ಣಿಲ್ಲದವರಿಗೆ ಕಣ್ಣು ಸಿಗುತ್ತೆ, ಕಾಲಿಲ್ಲದವರಿಗೆ ಕಾಲು ಸಿಗುತ್ತೆ. വരണ്ട കൈ നിവർന്നു വരാൻ പോകുകയാണ്. ಆಮೇಲೆ ಡೊಂಕಾಗಿರ್ತಂತ ಕೈಗಳು ಸಡಿಲವಾಗುತ್ತವೆ. കൂനിയായിരിക്കുന്നവർ നിവരാൻ പോകുകയാണ്. ಬಗ್ಗಿರತಕ್ಕಂತ ಗೂನಿರತಕ್ಕಂತವರಿಗೆ ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ. പത്രോസിന്റെ നിഴൽ തൊട്ടി രോഗികൾ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ, ಪೇತ್ರನ ನೆರಳು ಬಿದ್ದವರಿಗೆಲ್ಲ ಸೌಖ್ಯವಾಗಿದ್ದಲ್ಲಿ, യേശുവിന്റെ വസ്ത്രം തട്ടി രോഗി സൗഖ്യമായെങ്കിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಬಟ್ಟೆಯಿಂದ ಜನರಿಗೆ ಬಿಡುಗಡೆ ವ್ಯಾಪಿಸಿದ್ದಲ್ಲಿ, യേശുവിന്റെ വാക്കിൽ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಮಾತಿನಲ್ಲಿ ಅಧಿಕಾರವಿದ್ದಲ್ಲಿ, യേശുവിന്റെ തുപ്പലിൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಉಗುಳುವಿಕೆಯಲ್ಲಿ ಶಕ್ತಿ ಇದ್ದಲ್ಲಿ, ഉറ്റുനോക്കിയപ്പോൾ കണ്ണിൽ കൂടി ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, ಆತನ ಅಧಿಕಾರದಿಂದ ನೋಡಿದಾಗ ಶಕ್ತಿಯು ವ್ಯಾಪಿಸಿದ್ದಲ್ಲಿ, ആ ശക്തി ഇന്നും നിന്നു പോയിട്ടില്ല. ಅದೇ ಶಕ್ತಿ ನಿಂತು ಹೋಗಲಿಲ್ಲ. ആ ശക്തി ഈ പകൽ വെളിപ്പെട്ട് വരികയാണ്. ಆ ಶಕ್ತಿ ಇಂದು ಹಗಲ ವೇಳೆ ಪ್ರಕಟವಾಗುತ್ತಿದೆ. കാണുന്ന പ്രിയ, നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ಇಲ್ಲಿ ನನ್ನ ಕೇಳತಕ್ಕಂತ ದೇವರ ಮಕ್ಕಳ ಮೇಲೆ ಅದು ಪ್ರಕಟವಾಗ್ತಿದೆ. നിങ്ങളുടെ മേൽ ശക്തിയായി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ನಿಮ್ಮ ಮೇಲೆ ಅದು ಶಕ್ತಿಯಾಗಿ ಪ್ರದರ್ಶನವಾಗುತ್ತಿದೆ. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില രോഗികൾ സൗഖ്യമാകാൻ തയ്യാറായിക്കോ. ಪವಿತ್ರಾತ್ಮನು ಕೆಲವು ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆ. കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ തൊടുകയാണ്. ಈ ಹಗಲ ವೇಳೆ ಆತ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. കർത്താവ് ഈ പകൽ നിങ്ങളെ തൊടുകയാണ്. ಇಂದು ಹಗಲ ವೇಳೆ ಆತ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. കർത്താവ് ഈ പകൽ നിങ്ങളെ തൊടുകയാണ്. ಈ ಹಗಲ ವೇಳೆ ಆತ ನಿಮ್ಮನ್ನ ചില ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. രോഗികൾ അസാധാരണമായ മിറക്കിളുകൾ ഇതിനകത്ത് നടക്കുന്ന പരിശുദ്ധാത്മാവോട് പറയുന്നു. ಕೆಲವು ರೋಗಿಗಳಿಗೆ ಅಸಾಧಾರಣವಾದ ಸೌಖ್ಯವು ವ್ಯಾಪಿಸುತ್ತಿದೆ. നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്കും അപ്പുറമായി ദൈവശക്തി നിങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോവുക. ನೀವು ಚಿಂತಿಸುವುದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿ ದೇವರ ಶಕ್ತಿಯು ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪಿಸುತ್ತಿದೆ. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അടിക്കുക. ಇದು ಹಗಲ ವೇಳೆ ಆ ವಿದ್ಯುತ್ ಶಕ್ತಿಯು ಹರಿಯುವ ರೀತಿಯಲ್ಲಿ ದೇವರ ಶಕ್ತಿಯು ನಿಮ್ಮ ಶರೀರಗಳಲ್ಲಿ ಹರಿಯುತ್ತಿವೆ. കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ശക്തി നിങ്ങളുടെ മേൽ അടിക്കുക. ಆ ವಿದ್ಯುತ್ ಶಕ್ತಿ ಹರಿಯುವ ರೀತಿಯಲ್ಲಿ ಅಂತಹ ಶಕ್ತಿ, ದೇವರ ಶಕ್ತಿ ನಮ್ಮ ಮೇಲೆ ವ್ಯಾಪಿಸುತ್ತಿದೆ. രോഗികളെ സൗഖ്യമാക്കുന്ന ചിലർ ഈ പകൽ എഴുന്നേൽക്കുക. ರೋಗಿಗಳ ಸೌಖ್ಯ ಮಾಡುವಂತಹ ಅನೇಕರು ಇನ್ನ ದೇವರು ಇಲ್ಲಿಂದ ಎಬ್ಬಿಸ್ತಾರೆ. രോഗികളെ സൗഖ്യമാക്കുന്ന അഭിഷക്തരുടെ കൂട്ടം ഈ പകൽ എഴുന്നേൽക്കുക. ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡತಕ್ಕಂಥ ಅಭಿಷಕ್ತರು ಇಲ್ಲಿಂದ ಎಬ್ಬಿಸಲ್ಪಡುತ್ತಿದ್ದಾರೆ. പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാപിച്ചോ. ಆಮೆನ್. ಪಡೆಯಬೇಕೆಂಬುದಾಗಿ ಮನಸ್ಸುಳ್ಳವರು ಪಡೆದುಕೊಳ್ಳಿರಿ. മനസ്സുണ്ടെങ്കിൽ പ്രാപിച്ചോ. ಸ್ವೀಕಾರ ಮಾಡಲಿಕ್ಕೆ ಮನಸ್ಸುಳ್ಳವರು ಸ್ವೀಕರಿಸಿರಿ. കുറിച്ച് ലോകം പറഞ്ഞ വാക്കല്ല നടക്കാൻ പോകുന്നേ. ನಿನ್ನ ಕುರಿತಾಗಿ ಲೋಕವು ಹೇಳಿದದಲ್ಲ ನಡೆಯಲಿಕ್ಕಿರುವಂತದ್ದು. ദൈവം പറഞ്ഞത് നടക്കാൻ പോവുക. ದೇವರು ಹೇಳಿದ್ದಷ್ಟೇ ನಡೆಯುತ್ತದೆ. യേശു പറഞ്ഞത് നടക്കാൻ പോകുകയാണ്. ಯೇಸು ಹೇಳಿದ್ದು ನಡೆಯುತ್ತದೆ. യേശു പറഞ്ഞത് നടക്കാൻ പോകുകയാണ്. ಯೇಸು ಹೇಳಿದ್ದು ನಡೆಯುತ್ತದೆ. നിങ്ങൾ ഇപ്പോൾ അത്ഭുതമായി തീരാൻ പോകുകയാണ്. നിങ്ങൾ ഒരു അത്ഭുതമായി തീരാൻ. ನೀವೊಂದು ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತಿದ್ದೀರಿ. Hallelujah. ജിയാറാമ ഷാധുറാമ സിയാഥേരകൾ ഷാധാറാമ സിയാഥാരകൾ കേട് വൈവബ ഷാധാറാസിയാഥനാരകൾ കേട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
കൂടെ ഇരിക്കാൻ ചിലരെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ, ಜೊತೆಯಲ್ಲೇ ಇರುವುದಕ್ಕಾಗಿ ಕೆಲವರನ್ನು ಆರಿಸುತ್ತಿದ್ದಾರೆ. പ്രസംഗിക്കാൻ ചിലരെ കർത്താവ് തിരഞ്ഞെടുക്കുക. ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಾಗಿ ಕೆಲವರನ್ನು ಆತನು ಆರಿಸಿದನು. പ്രസംഗിക്കാൻ ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ, ಕೆಲವರನ್ನು ಪ್ರಸಂಗಕ್ಕಾಗಿ ಆರಿಸಿಕೊಳ್ಳುವಾಗ, ರೋಗಿಗಳ ಸೌಖ್ಯಮಾക്കാൻ ചിലരെ ಕರ್ತಾವು തിരഞ്ഞെടുക്കുക. ರೋಗಿಗಳನ್ನ ವಾಸಿ ಮಾಡುವುದಕ್ಕಾಗಿ ಕೆಲವರನ್ನ ಆತನು ಆರಿಸಿಕೊಂಡನು. ಮರಿച്ചವരെ ಉಯರ್ಪಿക്കാൻ ಕರ್ತಾವು ചിലരെ തിരഞ്ഞെടുക്കുക. ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ ಆತನು ಕೆಲವರನ್ನ ಆರಿಸಿಕೊಂಡನು. ಭೂತಗಳ ಮೇಲೆ ಚಿಲರ ಮೇಲೆ ಕರ್ತಾವು ಅಧಿಕಾರಂ ಪകരുക. ದೆವ್ವಗಳ ಮೇಲೆ ಆತನು ಅಧಿಕಾರವನ್ನ ಕೆಲವರಿಗೆ ಕೊಟ್ಟನು. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോകും. ನೀವು ನಂಬುವುದಾದರೆ ನೀವು ಹಾಡುತ್ತಿರುವಾಗಲೇ ದೇವರ ಶಕ್ತಿಯು ಶಕ್ತಿಯೋടെ ಕರ್ತಾವಿನ ಆರಾಧನೆ ಕೊಡುತ್ತೆ. ಕರಗಳನ್ನ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕಿದ್ದೇನೆ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ಪ್ರತ್ಯೇಕವಾಗಿ ರೋಗಿಗಳಾಗಿರತಕ್ಕಂಥವರು ನೀವು ಪ್ರಾರ್ಥನೆಯಲ್ಲೇ ಇರಿರಿ. ഇപ്പോൾ ഒരു ഹീലിംഗ് നടക്കാൻ പോവുക. ಈಗ ಒಂದು ಸೌಖ್ಯವು ಇಲ್ಲಿ ನಡೆಯಲಿಕ್ಕಿದೆ. ಅಭಿಷೇಕತ್ರಾയി ಪ್ರಾರ್ಥಿക്കുന്നവർ ಪ್ರಾರ್ಥಿച്ചുകൊണ്ടിരുന്നോണം. ಅಭಿಷೇಕಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸುವವರು ನಿರಂತರವಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲೇ ಇರಿ. നിങ്ങളുടെ അകത്ത ശക്തി വെളിപ്പെട്ട് വരാം. ನಿಮ್ಮೊಳಗಡೆ ಈಗ ಆ ಅಭಿಷೇಕದ ಶಕ್ತಿ ವ್ಯಾಪಿಸಲಿಕ್ಕಿದೆ. എനിക്കറിയാം ഈ പകൽ ഞാൻ നിങ്ങളെ തൊടുന്നതിനും അപ്പുറമായി യേശു നിങ്ങളെ തൊടാൻ പോവുക. ನಾನು ನಂಬುತ್ತೇನೆ, ನಾನು ಬಂದು ನಿಮ್ಮನ್ನು ಮುಟ್ಟುವುದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಯೇಸು ಬಂದು ನಿಮ್ಮನ್ನು ಮುಟ್ಟಲಿಕ್ಕಿದ್ದಾರೆ. കാരണം നിങ്ങൾ ദൈവദാസന്മാരുടെ ശിഷ്യന്മാരാകാനായിട്ടല്ല ഇതിനകത്തിരിക്കുന്നത്. ಕಾರಣ ನೀವು ಯಾವುದೋ ಕೆಲವು ಸೇವಕರುಗಳಾಗ್ಲಿಕ್ಕೆ ಅಲ್ಲ ನೀವು ಇಲ್ಲಿರುವಂತದ್ದು. യേശുവിന്റെ ಶಿಷ್ಯನಾಗ, ಯೇಸುವಿನ ಶಿಷ್ಯರಾಗುವುದಕ್ಕಾಗಿ, യേശുവിന്റെ ಶಿಷ್ಯನಾകാൻ, ಯೇಸುವಿನ ಶಿಷ್ಯರಾಗುವುದಕ್ಕಾಗಿ, യേശുവിന്റെ ಶಿಷ್ಯനാകാൻ, ಯೇಸುವಿನ ಶಿಷ್ಯರಾಗುವುದಕ್ಕಾಗಿ. ഞാൻ പറഞ്ഞു ഗുരുവിനെ പോലെ ആകുന്നതാണ് ശിഷ്യൻ. ಗುರುವಿನ ಹಾಗೆ ಆಗುವಂತದೇ ಶಿಷ್ಯನ ಕೆಲಸ. ഗുരുവിനെ പോലെ ಗುರುವಿನ ಹಾಗೆ ആകുന്നതാണ് ಆಗುವಂತದಾಗಿದೆ ಶಿಷ್ಯൻ. ಶಿಷ್ಯನು. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തേ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ഉറക്കെ പറഞ്ഞേ, ಗಟ್ಟಿಯಾಗಿ ಹೇಳಿರಿ. യേശുവിനെ പോലെ ಯೇಸುವಿನ ಹಾಗೆ ആകുന്നതാണ് ಆಗುವಂತದಾಗಿದೆ ಶಿಷ್ಯൻ. ಶಿಷ್ಯನ ಕೆಲಸ. അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിന്റെ ಶಿಷ್ಯനാണ്. ಹಾಗಿರುವುದಾದ್ರೆ ನಾನು ಆತನ ಶಿಷ್ಯನಾಗಿದ್ದೇನೆ. ഞാൻ യേശുവിന്റെ ಶಿಷ್ಯൻ. ನಾನು ಯೇಸುವಿನ ಶಿಷ್ಯನಾಗಿದ್ದೇನೆ. ഞാൻ യേശുവിന്റെ ಶಿಷ್ಯൻ. ನಾನು ಯೇಸುವಿನ ಶಿಷ್ಯನಾಗಿದ್ದೇನೆ. എന്നിൽ കൂടി അത്ഭുതങ്ങൾ നടക്കും. ನನ್ನ ಮುಖಾಂತರ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತವೆ. പറഞ്ഞു 10 പ്രാവശ്യം ആ പരാജയത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് എല്ലാം തകർന്നെന്ന് പറഞ്ഞു നിൽക്കാതെ 10 പ്രാവശ്യം പരാജയം പറയാതെ 10 ಸಲ ಸುಮ್ಮನೆ ಸೋಲುವಿಕೆ ಮಾತುಗಳನ್ನೇ ಹೇಳ್ಕೊಂಡಿರಬೇಡಿ. 100 പ്രാവശ്യം യേശു ജയം തന്നു എന്ന് പറ. 100 ಸಲ ಯೇಸು ನನಗೆ ಜಯ ಕೊಟ್ಟಿದ್ದಾನೆ ಅಂತ ಹೇಳಿ. യേശുവിൽ ഞാൻ അധികാരമുള്ളവനെന്ന് പറ. യേശുവിನಲ್ಲಿ ನಾನು ಅಧಿಕಾರವುಳ್ಳವನಾಗಿದ್ದೇನೆ. പിശാച് കീഴടങ്ങുന്ന ഒരു ശുശ്രൂഷ നിങ്ങളിൽ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. ಸೈತಾನನು ನಿಮ್ಮ ಮುಂದೆ തലಬಾಗತಕ್ಕ ರೀತಿಯ ಸೇವೆಗಳನ್ನು ಆತ ನಿಮ್ಮ ಮುಖಾಂತರ ಮಾಡುತ್ತಾನೆ. വാഗ്ദത്തമുള്ള ഒരു കൂട്ടം പേരെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ವಾಗ್ದಾನವಿರತಕ್ಕಂತ ಒಂದು ಗುಂಪು ಜನರನ್ನ ಆತನು ಎಬ್ಬಿಸುತ್ತಿದ್ದಾನೆ. നിങ്ങളിൽ തടയപ്പെട്ട് കിടന്ന വാഗ്ദത്തങ്ങൾ ഈ പകൽ വെളിപ്പെട്ട് പുറത്തു വരാൻ പോവുക. ನಿಮ್ಮೊಳಗಡೆ ತಡೆಯಾಗಿದ್ದಂತಹ ವಾಗ್ದಾನಗಳು ಹೊರಗಡೆ ಬರುತ್ತಿವೆ. ഈ പകൽ നിങ്ങൾ അസാധാരണമായ വ്യക്തികളായി മാറുകയാണ്. ನೀವು ಇಂದು ಹಗಲ ವೇಳೆ ಅಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳಾಗಿ ಮಾರ್ಪಡುತ್ತಿದ್ದೀರಿ. യെസ് ಹಲ್ಲೆಲೂಯಾ. Thank you, Jesus. കർത്താവ് മോശയോട് പറഞ്ഞു, ದೇವರು ಮೋಶೆಗೆ ಹೇಳ್ತಾರೆ, നീ അടുക്കലേക്ക് വാ, ನೀನು ಸ್ವಲ್ಪ ಮುಂದೆ ಬಾ. തീ കത്തുന്നത് കണ്ട, ಬೆಂಕಿ ಉರಿತಾ ಇದೆ. തീ കത്തുന്നത് കണ്ട, ಬೆಂಕಿ ಉರಿಯುವಂತದನ್ನ ನೋಡಿದಂಥದ್ದು, മാറി നിന്ന മോശ, ಅದನ್ನ ನೋಡಿ ಆಚೆ ನಿಂತಿದ್ದಂತಹ ಮೋಶೆ, അതിശയമായി കണ്ടുകൊണ്ടിരുന്ന മോശ, ಅದು ಆಶ್ಚರ್ಯಚಕಿತನಾಗಿ ನೋಡುತ್ತಿದ್ದಂತಹ ಮೋಶೆ, യേശു കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. ದೇವರು ಅವನಿಗೆ ಮಾತನಾಡ್ತಾರೆ, മോശೆ ನೀ അടുക്ക വാ, ಮೋಶೆ ನೀನು ಹತ್ತಿರಕ್ಕೆ ಬಾ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ನನಗೆ ನಿನ್ನ ಸಂಗಡ എനിക്ക് നിന്നോട് ಮಾತನಾಡಬೇಕಾಗಿದೆ, സംസാരിക്കാനുണ്ട്. ನನಗೆ ನಿನ್ನ ಸಂಗಡ ಮಾತನಾಡಬೇಕಾಗಿದೆ. അടുത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കുന്നത് നിങ്ങൾ കണ്ടു. ಪಕ್ಕದಲ್ಲಿ ಇರತಕ್ಕಂಥವರು ಶಕ್ತಿ ಹೊಂದುವಂತದನ್ನ ನೀವು ನೋಡಿದ್ದೀರಿ. അവർ പ്രവചിക്കുന്നത് നിങ്ങൾ കണ്ടു. ಅವರು ಪ್ರವಾದಿಸುವುದನ್ನು ಕೂಡ ನೀವು ನೋಡಿದಿರಬಹುದು. അവരിൽ കൂടി ഹീലിംഗ് നടക്കുന്നത് നിങ്ങൾ കണ്ടു. ಅವರ ಮುಖಾಂತರ ಸೌಖ್ಯವು ನಡೆಯುವಂತದನ್ನ ನೀವು ನೋಡಿದ್ದೀರಿ. എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടു. ಸಭೆಯಲ್ಲಿ ಏನೆಲ್ಲ ನಡೆಯುತ್ತಿದೆ ಅಂತ ನೀವು ನೋಡಿದ್ದೀರಿ. ആത്മാവിൽ പറയുന്നു, കണ്ടവരായിരുന്ന നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നവരായി തീരും. ಆತ್ಮನಲ್ಲಿ ಹೇಳುತ್ತೇನೆ, ಕೇವಲ ನೋಡಿದಂತ ನೀವು ಅದನ್ನ ಮಾಡ್ಲಿಕ್ಕಿದ್ದೀರಿ. കാണുന്നവരായി നിങ്ങൾ വന്നതാണ്. ನೋಡುವವರಾಗಿ ನೀವು ಬಂದಿದ್ರೆ, എന്തൊക്കെ നടക്കുന്നു എന്ന് കേട്ടു, ಏನೆಲ್ಲ ನಡೆಯುತ್ತಿದೆ ಅಂತ ನೀವು ಕೇಳಿದ್ರೆ, ഭ്രാന്തന്മാർ
ചിലർക്ക് വിടുതൽ കിട്ടുന്നു കേട്ടു, ಅನೇಕರಿಗೆ ಬಿಡುಗಡೆ ಸಿಗ್ತಾ ಇದೆ ಅಂತ ಕೇಳಿದ್ರೆ, വിടുതലുകൾ നടക്കുന്നു എന്ന് കേട്ടു, ಭಯಂಕರ ಬಿಡುಗಡೆ ನಡೀತಿದೆ ಅಂತ ಕೇಳಿದ್ರೆ, കാണാൻ ഇതിനകത്ത് വന്നു. ನೋಡುವುದಕ್ಕಾಗಿ ಈಗ ಬಂದಿದ್ದೀರಿ. ഈ കാണാൻ വന്നവരെ ദൈവം അകത്ത് കയറ്റി തനിച്ച് സംസാരിപ്പിച്ച് അവരെ മാറ്റിയെടുക്കാൻ പോവുക. ನೋಡ್ಲಿಕ್ಕೆ ಬಂದವರನ್ನ ಇಲ್ಲೇ ಕೂರಿಸಿಕೊಂಡು ದೇವರು ಹತ್ತಿರಕ್ಕೆ ಕರೆದು ಅವರ ಸಂಗಡ ಮಾತನಾಡಿ ಅವರನ್ನ ಸ್ಪರ್ಶಿಸಿ ಕಳುಹಿಸುವ ದೇವರಾಗಿದ್ದಾರೆ. നിങ്ങൾ ഇനി കാണുന്നവരായിട്ടല്ല, ಇನ್ನು ನೀವು ನೋಡುವವರಾಗಿ ಅಲ್ಲ, പ്രവർത്തിക്കുന്നവരായി മാറാൻ പോകുകയാണ്. ಮಾಡುವವರಾಗಿ ಮಾರ್ಪಡುತ್ತೀರಿ. പ്രവർത്തിക്കുന്നവരായി മാറാൻ പോകുകയാണ്. ಮಾಡುವವರಾಗಿ നിങ്ങളിൽ കൂടി ആ ശക്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ನಿಮ್ಮ ಮುಖಾಂತರ ಅದೇ ಶಕ್ತಿ ವ್ಯಾಪಿಸುತ್ತಿದೆ. വിശ്വസിക്കുന്നവರ കരം തട്ടി ജീവനോടെ കർത്താവിനെ ആരാധന കൊടുത്തേ. ನಂಬತಕ್ಕಂತವರ ಕರಗಳನ್ನ ತಟ್ಟಿ ഈ സമയം നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങുകയാണ്. ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ തുടങ്ങുകയാണ്. അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ ഫലം, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕದ ಒಂದು ಹಂತವು, അവൻ നിങ്ങളെ ആത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യും. ಆತನು ನಿಮ್ಮನ್ನು ಆತ್ಮನಿಂದಲೂ ಬೆಂಕಿಯಿಂದಲೂ ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. നിങ്ങളെ ആത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യും. ಆತ್ಮನಿಂದಲೂ ಬೆಂಕಿಯಿಂದಲೂ ಇರುವ ಅಭಿಷೇಕ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ വാഗ്ദത്തം നിവർത്തി ഈ പകലിൽ ഇതിനകത്ത് നടക്കാൻ പോകുന്ന പകലായി തീരുകയാണ്. ಯೋಹಾನನ್ನು ಕರೆದು ಹೇಳಿದಂತ ವಾಗ್ದಾನದ ನೆರವೇರಿಕೆ ಇಂದು ಹಗಲ ವೇಳೆ ಇಲ್ಲಿ ಸಂಭವಿಸುತ್ತಿದೆ. ദൈവം നിങ്ങളെ തീ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവുക. ದೇವರು ನಿನ್ನನ್ನು ಬೆಂಕಿಯಿಂದ ಅಭಿಷೇಕ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. Glory to God. ഞാനൊരു സത്യം പറയട്ടെ, ഒരു സത്യം പറയട്ടെ. ನಾನೊಂದು ಸತ್ಯವನ್ನು ಹೇಳುತ್ತೇನೆ. ഇവിടെ കുറച്ച് തീ കത്തിച്ചിട്ടിരിക്കുക. ಇಲ್ಲಿ ಸ್ವಲ್ಪ ಬೆಂಕಿಯನ್ನು ಉರಿಸ್ತಿದ್ದಾರೆ. നമ്മെ തൂക്കിയെടുത്ത് ആ തീയിൽ ഒന്ന് നിർത്തുകയാ. ನಮ್ಮನ್ನ ಎತ್ತಿ ಆ ಬೆಂಕಿ ಒಳಗಡೆ ಹಾಕ್ಬಿಟ್ರೆ നമ്മൾ പറയുന്നു ആ കൊള്ളാം നല്ല തീയ എന്ന് പറഞ്ഞ് മിണ്ടാൻ നിൽക്കോ? ನಾವು ಬೆಂಕಿ ಚೆನ್ನಾಗಿದೆ ಅಂತ ಹೇಳಿ ಸುಮ್ಮನಿರ್ತೀವ? ಅಲ್ಲಿ നിൽക്കോ? ಸುಮ್ಮನಿರ್ತೀವ? എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നേ? ಯಾಕೆ ಮಾತಾಡ್ತಿಲ್ಲ ನೀವು? നിൽക്കോ? ನಿಲ್ತೀವ ಅಲ್ಲೇ? ഇല്ല ಇಲ್ಲ ഇല്ല ಇಲ್ಲ. കാരണം എന്താ? ಕಾರಣ ಏನು? തീ ചൂടടിക്കുക. ಎಲ್ಲಿ ನಿಂತಿದ್ದೇವೆ? ಬೆಂಕಿಯಲ್ಲಿ. ಹಾಗಾಗಿ ಏನಾಗ್ತಾ ಇದೆ? ಉರಿತಾ ಇದೆ. അതുകൊണ്ട് കാല് തറയിൽ നിൽക്കാതെ, ಹಾಗಾಗಿ ಕಾಲು ಆಮೇಲೆ ನಿಲ್ತಾ ಇಲ್ಲ ನೆಲದಲ್ಲಿ. ഓ ಹಲ್ಲೆಲೂಯಾ. ഓ ഷാധാ രാധാനഹസ്. Praise God. ശവറമാസിയ തോറമൽ കൈ ഷാധാരാസ്. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഇന്ന് പകൽ തീ കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുക. പരിശുദ്ധാത്മനിಂದ ಹಗಲ ವೇಳೆ ಬೆಂಕಿಯಿಂದಲೂ ಅಭಿಷೇಕ ಮಾಡುವ ಆತನಾಗಿದ್ದಾನೆ. ശരീരങ്ങളിൽ വഹിക്കാൻ കഴിയാത്ത ഒരു heavy load, ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ತಡೆಯಲಾಗದಂತಹ ಒಂದು ಶಕ್ತಿ, ഒരു അസാധാരണമായ തീയുടെ അഭിഷേകം, ಒಂದು ಅಸಾಧಾರಣವಾದ ಬೆಂಕಿಯ ಅಭಿಷೇಕ. ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കുന്ന ചിലരുടെ ശരീരങ്ങളിലേക്ക് തീ കത്തുക. ಆಮೇನ್ ಆರಾಧಿಸುವಂತ ವ್ಯಕ್ತಿಗಳಲ್ಲಿ ಆ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ದೇವರ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ಪರಿಶುದ್ಧ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. ನೀನು ಬದಲಾವಣೆಗೊಂಡ ವ್ಯಕ್ತಿಯಾಗಿ ಮಾರ್ಪಡುತ್ತೆ. ಪಡೆದುಕೊಳ್ಳಿ. ಸ್ವೀಕಾರ ಮಾಡಿ, ಸ್ವೀಕಾರ ಮಾಡಿ. ಅಂತ್ಯಕಾಲದಲ್ಲಿ ಸಕಲ ಜನರ ಮೇಲೆ ಕರ್ತಾವಿന്റെ ആത്മാവിനെ പകരും എന്നുള്ള വാഗ്ദത്തം നിവർത്തി. ನನ್ನ ಆತ್ಮನನ್ನ ಸುರಿಸುವೆನೆಂಬುದಾಗಿರುವ ವಾಗ್ದಾನದ ನೆರವೇರಿಕೆ ಎಂದು ಹಗಲ ವೇಳೆಯಲ್ಲಿ ನಡೆಯುತ್ತಿದೆ. ಆ ಬೆಂಕಿಯ ಅಭಿಷೇಕವು ചിലരുടെ ശരീരങ്ങളിൽ തീ കത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ಕೆಲವರ ಬೆಂಕಿಯಲ್ಲಿ ಆ ಬೆಂಕಿ, ಕೆಲವರ ಶರೀರದಲ್ಲಿ ಆ ಬೆಂಕಿಯ ಅನುಭವವನ್ನು ಅನುಭವಿಸುತ್ತಿದ್ದಾರೆ. ചിലരുടെ ശരീരങ്ങളിൽ തീ കത്തുക പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ಕೆಲವರ ಶರೀರದಲ್ಲಿ ಆ ಬೆಂಕಿ ಉರಿಯುತ್ತಾ ಇದೆ. നിങ്ങൾക്ക് ശരീരത്തിൽ വഹിക്കാൻ കഴിയത്തില്ല. ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಅದನ್ನ ತಡೆಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ. ഒതുക്കാൻ കഴിയത്തില്ല. ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಅದನ್ನ ತಡೆಯಲು ಸಾಧ್ಯವಿಲ್ಲ. ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ನಿಮ್ಮ ಶರೀರವನ್ನು ಹಿಡಿದು ನಿಲ್ಲಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. പോലെ അഭിഷേകത്തിന്റെ ശക്തി വീഴുക. ಇಂದು ಹಗಲ ವೇಳೆ ಆ ಶಕ್ತಿ ನಿಮ್ಮಲ್ಲಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ಕದಡೆ 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 ಉರಿಯಲಿ, ಉರಿಯಲಿ, ಕದಡೆ ಕದಡೆ ಬೆಂಕಿ ಉರಿಯಲಿ. ಅಭಿಷೇಕത്തിന്റെ ಪಗರ್ಚ, ಆಮೇಲೆ ಅಭಿಷೇಕದ ಪಗರ್ಚ, ಅಭಿಷೇಕವು ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ಅಭಿಷೇಕത്തിന്റെ ಪಗರ್ಚ, ಅಭಿಷೇಕದ ವ್ಯಾಪನೆ, ಅಭಿಷೇಕത്തിന്റെ ಪಗರ್ಚ, ಅಭಿಷೇಕದ ವ್ಯಾಪನೆ. ರಿಸೀವ್ ಅನಾಂಟಿಂಗ್. ಪರಿಶುದ್ಧಾತ್ಮನು ರಿಸೀವ್ ಅನಾಂಟಿಂಗ್. ಈ ಪಗರ್ ചില പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങുന്നു. ಪಡೆದುಕೊಳ್ಳಿ, ಪಡೆದುಕೊಳ್ಳಿ. ചിലർ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങുന്നു. ಪಡೆದುಕೊಳ್ಳಿರಿ, ಪಡೆದುಕೊಳ್ಳಿರಿ. കമോൺ കമോൺ കമോൺ. നിങ്ങളുടെ അകത്ത് ഒതുക്കപ്പെട്ട് കിടന്ന ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരിക. ನಿಮ್ಮ ಒಳಗಡೆ ಇದ್ದಂತ ವಾಗ್ದಾನವು ಅದರ ನೆರವೇರಿಕೆಗೆ ಬರುತ್ತಿದೆ. നിങ്ങളുടെ അകത്ത് ഒതുക്കപ്പെട്ട് കിടന്ന ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരിക. ಸ್ತೋತ್ರ, ಸ್ತೋತ್ರ, പരിശുദ്ധാത്മാവിനെ തൊടുക. ಪರಿಶುದ್ಧಾತ್ಮನ ಸ್ಪರ್ಶಿಸುತ್ತಾ അഭിഷേകം.
ಅಭಿಷೇಕ, പിടിച്ചോണേ പിടിച്ചോണേ പിടിച്ചോണേ. ಅಸಾಧಾರಣ ಶಕ್ತಿ അസാധാരണമായ ಹಿಡ್ಕೊಳ್ಳಿ. അഭിഷേകം. ಅಸಾಧಾರಣ Receive. ಅಭಿಷೇಕ, ಅಸಾಧಾರಣ Receive anointing. Receive anointing. ಪಡೆದುಕೊಳ್ಳಿರಿ, Receive anointing. ಸ್ವೀಕಾರ ಮಾಡಿ. നിന്റെ മേലെ ഒരു അസാധാരണമായി തീ വീഴുക. പിടിച്ചോണേ പിടിച്ചോണേ, ഇവിടെ ഒന്ന് പിടിച്ചോണേ പിടിച്ചോണേ. കത്തുക 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 കത്തുക. ഭൂതത്തിന്റെ മേൽ ഒരു അധികാരം നിന്റെ മേൽ കർത്താവ് പകരുന്നു. ದೆವ್ವಗಳನ್ನ ಓಡಿಸುವಂತ ಅಧಿಕಾರ, ഭൂതത്തിന്റെ മേൽ കർത്താവ് നിന്റെ മേൽ അധികാരം പകരുന്നു. ದೆವ್ವಗಳನ್ನ ಬಿಡಿಸುವಂತ ಅಧಿಕಾರ കതടെ 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 ಉರಿಯಲಿ. കതടെ 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 കതടെ. ಉರಿಯಲಿ ಉರಿಯಲಿ. നിങ്ങളുടെ വാക്കുകൾ അധികാരമുള്ള വാക്കുകളായി മാറുന്നു. ನಿಮ್ಮ ಮಾತುಗಳು ಅಧಿಕಾರದ ಮಾತುಗಳಾಗಿ ಮಾರ್ಪಡುತ್ತಿದೆ. ആ വെള്ള 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 വൈറ്റ് വൈറ്റ് ഷർട്ട് വൈറ്റ് ഷർട്ട്. ಅವ್ರನ್ನ ಇಲ್ಲಿ ಕರ್ಕೊ ಬನ್ನಿ, ഓടി 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 വാ. ಓಡಿ ಬನ್ನಿ, ಓಡಿ ಬನ್ನಿ. തൊടുക. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಸ್ಪರ್ಶಿಸ್ತಾ ಇದ್ದಾರೆ. നിന്റെ മേൽ ഒന്ന് പിടിച്ചോണേ. അസാധാരണമായ ഒരു തീ നിന്റെ മേൽ വീഴുന്നു. ಅಸಾಧಾರಣವಾದ ಶಕ್ತಿ ಇವರ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. നീ കൂടെ ഇരുന്ന് വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു മനുഷ്യനാ. ನೀನು ಜೊತೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಪ್ರಕಟಣೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳುವ ವ್ಯಕ್ತಿ പരിശുദ്ധാത്മാവ് നിന്നെ ആഴത്തിലേക്ക് കൊണ്ടുപോവുക. ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನನ್ನು ಆಳಕ್ಕೆ ನಡೆಸ್ತಿದ್ದಾನೆ. വെളിപ്പാടിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോവുക. ಆ ಪ್ರಕಟಣೆ ಆಳಕ್ಕೆ ನಡೆಸ್ತಿದ್ದಾರೆ. തകർത്ത് കളഞ്ഞ ചിലതിനെ പരിശുദ്ധാത്മാവ് തകർക്കാൻ, നിന്നെ തകർത്ത ചിലത് പരിശുദ്ധാത്മാവ് തകർക്കാൻ പോവുക. ನಿನ್ನನ್ನು ನಾಶಪಡಿಸಿದ ಶಕ್ತಿಗಳನ್ನು ಪವಿತ್ರಾತ್ಮನು ಇವತ್ತು ಹೊರಗಡೆ ಕಳಿಸ್ತಿದ್ದಾರೆ. നീ അധികാരമുള്ളവനാ, ನೀನು ಅಧಿಕಾರವುಳ್ಳವನು. രോഗികളുടെ മേൽ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് നിന്റെ മേൽ വെളിപ്പെട്ട് വരും. ರೋಗಿಗಳ ಮೇಲೆ ಇರತಕ್ಕಂತ ಒಂದು ಸ್ಪೆಷಲ್ ಅನಾಯಿಂಟಿಂಗ್ ಅನ್ನು ದೇವರು ಕೊಡ್ತಿದ್ದಾರೆ. അത് ഈ ശരീരത്തിൽ കത്തുക. ಅದು ಈ ಶರೀರದಲ್ಲಿ ആത്മാവിനോട് കാണിക്കുന്നു. ഒരു തീ ഇവന്റെ ശരീരത്തിൽ കത്തുന്നു. ಆ ದೇವರ ಬೆಂಕಿಯಲ್ಲಿ ಉರಿತಾ ഒരു ಇದೆ. തീ ഇവന്റെ മേൽ കത്തുക ಆ കത്തുക ಬೆಂಕಿ ಈ ಶರೀರದಲ್ಲಿ ಉರಿತಾ ಇದೆ, കത്തുക ಉರಿತಾ ಇದೆ. കത്തട്ടെ. ಉರಿ- പിടിച്ചോ തീ വീഴുക തീ വീഴുക. ഫയർ ഫയർ. Jesus. Hallelujah. പ്രവാചകരുടെ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ പകൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ಪ್ರವಾದಿಗಳ ಗುಂಪನ್ನು ಪವಿತ್ರಾತ್ಮನಿಂದ ಹಗಲಿನ ವೇಳೆ ಎಬ್ಬಿಸ್ತಾ ಇದ್ದಾರೆ. പ്രൊഫറ്റിക്കൽ കോൺഫറൻസിൽ പ്രവാചകന്മാരുടെ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ಪ್ರವಾದನದ ಸಮ್ಮೇಳನದಲ್ಲಿ ಪ್ರವಾದಿಗಳ ಗುಂಪನ್ನು ಆತನು ಎಬ್ಬಿಸ್ತಿದ್ದಾನೆ. ബാല്യക്കാർ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ಮಕ್ಕಳು ಎಬ್ಬಿಸಲ್ಪಡ್ಲಿಕ್ಕಿದ್ದಾರೆ. യൗവനക്കാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ಯೌವನಸ್ಥರು ದೇವರಿಗಾಗಿ ಎಬ್ಬಿಸಲ್ಪಡ್ಲಿಕ್ಕಿದ್ದಾರೆ. വൃദ്ധന്മാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ಪ್ರಾಯಸ್ಥರು ಎಬ್ಬಿಸಲ್ಪಡ್ಲಿಕ್ಕಿದ್ದಾರೆ. നിങ്ങൾ അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായി തീരാൻ പോകുകയാണ്. ಅಸಾಧಾರಣ ವ್ಯಕ್ತಿತ್ವದ ಒಂದು ಯಜಮಾನರಾಗ್ತಾ ಇದ್ದೀರಿ ನೀವು. ചേർന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ಜೊತೆಯಾಗಿ ನಾವು ಕರ್ತನ ಆರಾಧಿಸಲಿಕ್ಕಿದ್ದೇವೆ. ചേർന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ಜೊತೆಯಾಗಿ ಸೇರಿ ಆತನ ಆರಾಧಿಸಲಿಕ್ಕಿದ್ದೇವೆ. കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ಜೊತೆಯಾಗಿ ಆತನ ಮಹಿಮೆ ಪಡಿಸಲಿಕ್ಕಿದ್ದೇವೆ. ചേരെല്ലാം വിട്ട് വേഗത്തിൽ മുന്നോട്ട് വരാം. ನೀವು ಚೇರನ್ನೆಲ್ಲ ಬಿಟ್ಟು ಮುಂದೆ ಬನ್ನಿ, ಮುಂದೆ ಬನ್ನಿ, ಎಲ್ಲರೂ ಮುಂದೆ ಬನ್ನಿ. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ಒಂದು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ഞാൻ നിങ്ങളെ തൊടുന്നത് കാത്ത് നിങ്ങൾ നിൽക്കരുത്. ನಾನು ಅಥವಾ ಸೇವಕರು ಬಂದು ನಿಮ್ಮನ್ನ ಮುಟ್ಟುವಂತದಕ್ಕೋಸ್ಕರ ನೀವು ಕಾಯಬೇಡಿ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಾರೆ. പരിശുദ്ധാത്മാവ് തൊടാൻ ആഗ്രഹിക്കണം. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಾರೆ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಾರೆ. പരിശുദ്ധാത്മാവ് ഈ പകൽ നിങ്ങളെ തൊടാൻ പോകും. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಾರೆ. ഹല്ലേലൂയ. കണ്ണുകളടച്ചേ, കണ്ണുകളടച്ചേ, ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ. കണ്ണുകളടച്ചേ. ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ചിലരെ ಆತನು ಕೆಲವರನ್ನು കൂടെ ഇരിക്കാൻ, ಆತನ ಸಂಗಡಲೇ ಇರುವುದಕ್ಕಾಗಿ എത്ര പേർ തയ്യാറാ കൂടെ ഇരിക്കാൻ? ಯೇಸುವಿನ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. ಯೇಸು ಸ್ವಾಮಿ ಜೊತೆಯಲ್ಲೇ ഉയരട്ടെ. കൂടെ ഇരിക്കാൻ തയ്യാറായി ಕರಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿರಿ. ಯೇಸು ಸ್ವಾಮಿ ಜೊತೆಯಲ್ಲೇ ಇರುವುದಕ್ಕಾಗಿ അവർക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം തരിക. ಅವರಿಗೋಸ್ಕರ ದೇವರೊಂದು ವಾಗ್ದಾನವನ್ನ ಮಾಡ್ತಿದ್ದಾರೆ. നിങ്ങൾ അധികാരത്തോടെ പ്രസ്താവിക്കാൻ പോവുക. ನೀವು ಅಧಿಕಾರದಿಂದ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕಿದ್ದೀರಿ. വായി തുറന്ന് പ്രസംഗിക്കാൻ പോവുക. ಬಾಯಿಗಳನ್ನ ತೆರೆದು ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕಿದ್ದೀರಿ. അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക. ಅಧಿಕಾರದಿಂದ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೀರಿ. അഭിഷേകത്തോടെ പാടാൻ പോവുക. ಅಭಿಷೇಕದಿಂದ ಹಾಡಲಿಕ್ಕಿದ್ದೀರಿ. പ്രസംഗിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ಪ್ರಸಂಗ ಮಾಡತಕ್ಕಂತವರಿಗೆ ಕೆಲವು ದೇವರಾತ್ಮನ ಹೇಳ್ತಿದ್ದಾರೆ, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ പോവുക. ನೀವು ರೋಗಿಗಳನ್ನ ಕೂಡ ಸೌಖ್ಯ ಮಾಡ್ತೀರಿ. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ പോവുക. ನೀವು ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡ್ತೀರಿ. അങ്ങനെ നിൽക്കുന്ന ചിലരോട് പറയുന്നു,
അങ്ങനെ ചിലർ നിൽക്കുമ്പോൾ ചിലർ പറയുന്നു, ಆ ರೀತಿ ನಿಂತಿರುವಾಗ ಇನ್ನು ಕೆಲವರಿಗೆ ದೇವರ ಆತ್ಮ ಹೇಳ್ತಿದ್ದಾರೆ, ഭൂതങ്ങളെ അഴിച്ചു മാറ്റാൻ പോവുക, ನೀವು ದೆವ್ವಗಳನ್ನು ಬಿಡಿಸ್ತಿದ್ದೀರಿ. ഏറ്റവും അവസാനം കർത്താവ് പറയുന്നു, നിങ്ങൾ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ಕೊನೆಯದಾಗಿ ಆತನು ಹೇಳ್ತಿದ್ದಾನೆ, ನೀವು ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುತ್ತೀರಿ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುತ್ತೀರಿ. അസാധാരണമായ അഭിഷേകം, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ ಶಕ್ತವಾಗಿ ಉಂಟಾಗಲಿ. ಶಬ್ದವು ಬೀಸಲಿ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಬೀಸಲಿ, ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയ ಉಂಟಾಗಲಿ, ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ഒരു ആത്മ പകർച്ച വീഴുക, ಆತ್ಮನೇ ನಿಮಗೆ ಆರಾಧನೆ, ಏಕ ಮನಸ್ಸಿನಿಂದ ನಿನಗೆ ಆರಾಧನೆ, ಪವಿತ್ರಾತ್ಮನೇ ನಿನಗೆ ಆರಾಧನೆ, ಏಕ ಮನಸ್ಸಿನಿಂದ ನಿನಗೆ ಆರಾಧನೆ. ಬೀಸಲಿ, ಓಹೋ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. പകർച്ചയുടെ സമയങ്ങളാണ്. ಆತ್ಮಭರಿತರಾಗ್ತಾ ಇದ್ದಾರೆ ಕೆಲವರು. ಒಣಗಿದ ಜೀವಕ್ಕೆ ಶಕ್ತಿ ಬರಲಿ, ಜೀವವುಳ್ಳ ನದಿಯು ಹರಿಯಲಿ. ಒಣಗಿದ അഭിഷേകത്തിന്റെ ബരലി, അസാധാരണമായ അഭിഷേകത്തിന്റെ ബരലി, അസാധാരണമായ അഭിഷേകത്തിന്റെ ബരലി. ಬೀಸಲಿ, ಓಹೋ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಬೀಸಲಿ, ಓಹೋ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ആത്മാവിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪಿಸುತ್ತಿದೆ. ശക്തി ഇറങ്ങട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. അസാധാരണമായ അഭിഷേകത്തിന് ദൈവം ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕವು, അസാധാരണമായ അഭിഷേകം, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ, ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഏറ്റുപിടിക്കുക. ದೇವರಾತ್ಮನ ಶಕ್ತಿ ಆಳದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಿದೆ. അതുകൊണ്ട് അഭിഷേകത്തിന്റെ തീ, ಅಭಿಷೇಕದ ಬೆಂಕಿ ಪಡೆದುಕೊಳ್ಳಿರಿ. ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯಿಂದ ಪವಿತ್ರಾತ್ಮನಿಂದ ನನ್ನ ಮೂತ್ರಿಸು, ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯಿಂದ ಬೆಂಕಿ ಅಭಿಷೇಕ, ಓಹೋ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು ಬೀಸಲಿ, ಓಹೋ ಬೀಸಲಿ, ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ ಉಂಟಾಗಲಿ, ಓಹೋ ಉಂಟಾಗಲಿ, ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ಚಪ್ಪಾಳೆ ಕೈಗಳು ತಟ್ಟಿ ಸ್ತೋತ್ರ ಮಾಡೋಣ ಎಲ್ಲರೂ. ಅಭಿಷೇಕದಲ್ಲಿ ನಿಂತಿರುವ ಸ್ಥಳದಲ್ಲಿ ഈ പകൽ കർത്താവ് തൊടുന്ന സമയം, കർത്താവ് തൊടുന്ന സമയം. കരങ്ങൾ തൊട്ട് ശക്തിയോടെ കരങ്ങൾ അടിച്ചോ. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ಕರ್ತನೇ ಮುಟ್ಟು ಸ್ವಾಮಿ, ഒരു വിടുതൽ വെളിപ്പെടട്ടെ. ಕರ್ತನೇ ಬಿಡುಗಡೆ ವ್ಯಾಪಿಸಲಿ, ಬಿಡುಗಡೆ ವ್ಯಾಪಿಸಲಿ, വിടുതൽ വെളിപ്പെടട്ടെ, ಬಿಡುಗಡೆ ವ್ಯಾಪಿಸಲಿ. ನನಗಾಗಿ ಹೋರಾಡುವ
ಪವಿತ್ರಾತ್ಮನೇ, ಜಯವನ್ನು ನೀಡುವ ಜಯದಾತ್ಮನೇ. ಓ ನಮಗಾಗಿ ಹೋರಾಡುವ ಪವಿತ್ರಾತ್ಮನೇ, ಜಯವನ್ನು ನೀಡುವ ಜಯದಾತ್ಮನೇ. ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮ ಬಿರುಗಾಳಿ, ಓ ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ಉರಿಯಲಿ ಓ ಉರಿಯಲಿ ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯು. ಉರಿಯಲಿ ಓ ಉರಿಯಲಿ ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯು. Sheram tere, apara peram tere, regadana vaishabana, arthara rigadane, udava shathara regadega raptura regade, adagamda vaidamana, arthara rigadane, adagamda vaishabana. Sardaraje, abhishekadinte pagarcha, ee pagalidinte sambhavikkiya. Shirade agatte kaapirinte asadharanavaya abhishekadinte tharam. ಕೆಲವರ ಒಳಗಡೆ ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕದ ಶಕ್ತಿಯು ವ್ಯಾಪಿಸುತ್ತಿದೆ. ಲೇಡೀಸ್ ಅಲ್ಲಿ ವಾಲಂಟಿಯರ್ಸ್ ಅಲ್ಲಿದ್ದಾರೆ. ವಾಲಂಟಿಯರ್ಸ್ ಬನ್ನಿ ಇಲ್ಲಿ. യേശുവിൻ നാമത്തിൽ ശക്തി, ആത്മാവിന്റെ പകർച്ച വെളിപ്പെടുക. ആത്മന ശക്തി വ്യാപിസ്താ. ಬೆಂಕಿ ಅಭಿಷೇಕ, ಬೆಂಕಿ ಅಭಿಷೇಕ, ಬೆಂಕಿ ಅಭಿಷೇಕ ವ್ಯಾಪಿಸುತ್ತಿದೆ. ಬೆಂಕಿ ಅಭಿಷೇಕ. ನನ್ನನ್ನು ನಡೆಸುವ ಪವಿತ್ರಾತ್ಮನೇ, ಅನ್ಯ ಭಾಷೆಯ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ. ಓ ನನ್ನನ್ನು ನಡೆಸುವ ಪವಿತ್ರಾತ್ಮನೇ, ಅನ್ಯ ಭಾಷೆ ನೀಡುವ ಪವಿತ್ರಾತ್ಮನೇ. ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ಬೀಸಲಿ ಓ ಬೀಸಲಿ ಪವಿತ್ರಾತ್ಮನ ಬಿರುಗಾಳಿ, ಉಂಟಾಗಲಿ ಓ ಉಂಟಾಗಲಿ ಪವಿತ್ರಾತ್ಮನ ಚಲನೆಯು. ಉರಿಯಲಿ ಉರಿಯಲಿ ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯು. ಉರಿಯಲಿ ಓ ಉರಿಯಲಿ ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯು. യെസ്, അഭിഷേകത്തിന്റെ ಬೆಂಕಿ ಬೆಂಕಿ ಅಭಿಷೇಕ, ಬೆಂಕಿ ಅಭಿಷೇಕ, ಬೆಂಕಿ ಅಭಿಷೇಕ. എല്ലാ പ്രതികൂലങ്ങൾ തകരുക. അസാധാരണമായ അഭിഷേകം, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ. വെളിപ്പാട് വീഴുക. എന്റെ മേലെ വെളിപ്പാട് പിടിച്ചോ പിടിച്ചോ. ಒಂದು ಪ್ರಕಟಣೆ ಸಿಗ್ತಾ ಇದೆ. ഇവിടെ പിടിച്ചോണേ, ഇവിടെ പിടിച്ചോണം. അസാധാരണമായ ഒരു തീ ഇവിടെ മേലെ വെളിപ്പെടുക. ಅವ್ರನ್ನ ಹಿಡ್ಕೋಬೇಕು. ಒಂದು ಅಸಾಧಾರಣವಾದ ಶಕ್ತಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. കതടെ കതടെ ആത്മശക്തിയുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുക. ಆತ್ಮಶಕ್ತಿയുടെ ಆಳದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮ, ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯ ಆಳಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನು ನಡೆಸ್ತಿದ್ದಾರೆ. ಕೂಡ ನಿಕ್ಕುವವರು ಪ್ರಾಪಿಕಾತ ಚಿರದ, ಜೊತೆಯಲ್ಲಿ ಇರತಕ್ಕಂಥವರು ಇನ್ನೂ ಹೊಂದಿಕೊಳ್ಳದೇ ಇರತಕ್ಕಂಥ ಅನೇಕರಿದ್ದಾರೆ. ಒಂದು ದೊಡ್ಡ ದೈವಿಕ ಪದ್ಧತಿ ಇದೆ. ಪವಿತ್ರಾತ್ಮನಿಗೆ ಒಂದು ದೊಡ್ಡ ಪದ್ಧತಿ ಇದೆ. ಅಸಾಧಾರಣವಾದ തീ വീഴുക, ಅಸಾಧಾರಣವಾದ ಒಂದು ಬೆಂಕಿ ಬೀಳ್ತಾ ಇದೆ. പിടിച്ചോണേ, ಇವ್ರನ್ನ ಹಿಡ್ಕೊಳ್ಳಿ. ಕದಡೆ ಕದಡೆ ಬೆಂಕಿ ಉರಿಯಲಿ 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 ಉರಿಯಲಿ.
കഥടെ അധികാരത്തോടെ ചില സംസാരിക്കാൻ പോവാ. ಅಧಿಕಾರದಿಂದ ಮಾತನಾಡಲಿ. എന്നെ കാണുമ്പോൾ തന്നെ പിശാച് വിറയ്ക്കും. ನಾಲಿಗೆಯನ್ನು ದೇವರ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗ್ತಾರೆ. ഒരു തീയിನ മേൽ കത്തിയ ಬೆಂಕಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ഒരു തീയിന മേൽ കത്തിയ ಬೆಂಕಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് തമ്പുരാൻ നിന്റെ നാവിൽ തരുന്നു. ಪ್ರವಾದನ ವಾಕ್ಯಗಳನ್ನು ದೇವರು ಕೊಡ್ತಾರೆ. ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് തമ്പുരാൻ നിന്റെ വായിൽ തരുന്നു. ಪ್ರವಾದನ ಅಭಿಷೇಕವು രാജ്യങ്ങളോട് പ്രവചിക്കുന്ന ഒരു പ്രവാചകനായി, ಅನೇಕ ದೇಶಗಳಿಗೆ ಪ್ರವಾದಿಸುವ ಪ್ರವಾದಿಯನ್ನಾಗಿ, ദേശത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവാചകനായി, ದೇಶದಲ್ಲಿ ನಡೆಯತಕ್ಕಂತ ಸಂಗತಿಗಳನ್ನ ಮೊದಲೇ ತಿಳಿದುಕೊಂಡು ನೀನು ನುಡಿಯುತ್ತೀಯ. പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. കഥടെ 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 ಬೆಂಕಿ ಉರಿಯಲಿ ಉರಿಯಲಿ ಉರಿಯಲಿ. വേദനകളെ കർത്താവ് തൊടുക. വേദനകളെ കർത്താവ് തൊടുക. വേദനകളെ കർത്താവ് തൊടുക. ನೋವುಗಳನ್ನು ಕರ್ತನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ಕರ್ತನು ಈ ಕುಟುಂಬಕ್ಕಾಗಿ ಕಾರ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆ. അത് നടന്നോട്ടെ, അത് വിടുതല കേട്ടോ, അത് വിടുതല. ಅವರಿಗೆ ಬಿಡುಗಡೆ ಆಗ್ತಾ ಇದೆ. ನಡೀಲಿ, ಅವರು വിടുതല. കർത്താവ് വിടുതല നൽകിക്കൊണ്ടിരിക്കുന്നു. ದೇವರು ಬಿಡುಗಡೆ ಕೊಡ್ತಿದ್ದಾರೆ. ഇന്ന് പകൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി ശരീരത്തിൽ വെളിപ്പെടണം. ಕರ್ತನು ಒಂದು ശക്തി തൊടുക ശരീരത്തിൽ. ದೇವರ ಶಕ್ತಿ ಎಲ್ಲ ಭಾರಗಳು ನೀಗಲ್ಪಡ್ತಾ ಇದೆ. ಹಿಡ್ಕೊಳ್ಳಿ ಹಿಡ್ಕೊಳ್ಳಿ. ಬೆಂಕಿ ವ್ಯಾಪಿಸಲಿ. ಬರ್ತಾವರಿ. ആത്മാവിനോട് പറഞ്ഞു, പൊളിഞ്ഞു പോയതിനെ കർത്താവ് പണിയാൻ ആഗ്രഹിക്കുക. ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳ್ತಿದ್ದಾರೆ, ಒಡೆಯಲ್ಪಟ್ಟದನ್ನ ಆತನು ಕಟ್ಟುತ್ತಾರೆ. ഒത്തിരി തകർന്ന ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുന്നത്, ನೀವು ಬಹಳ ಒಡೆಯಲ್ಪಟ್ಟವರಾಗಿ ಕುಟುಂಬವಾಗಿ ಬಂದಿದ್ದೀರಿ. നിങ്ങൾക്ക് അർഹതയുള്ള ലഭിക്കേണ്ട ചില നന്മകൾ തടയപ്പെട്ട് കിടക്കുക. ನಿಮಗೆ ಸಿಕ್ಕಬೇಕಾದ ಕೆಲವು ಆಶೀರ್ವಾದಗಳು ಇನ್ನೂ ನಿಮ್ಮ ಕೈ ಸೇರಿಲ್ಲ. ಕಟ್ಟപ്പെട്ട് ഒതുക്കപ്പെട്ടതുപോലെ നാല് ഭാഗം കെട്ടി ഒതുക്കിയത്, ನಾಲ್ಕು ಕಡೆಯಿಂದಲೂ ಬಂಧಿಸಲ್ಪಟ್ಟ ರೀತಿ. മുന്നോട്ട് ഇനി എന്ത് ചെയ്യും, നാളെ എന്തായി തീരും, ಮುಂದೆ ಹೇಗೆ, ನಾಳೆ ಏನ್ ಮಾಡೋದು ಎಂಬ ಪ್ರಶ್ನೆ. മുന്നിൽ പലപ്പോഴും വരുന്നത് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴി മുന്നിലില്ല. ಮುಂದೆ ಬರತಕ್ಕಂತ ಒಂದೇ ಮಾರ್ಗ ಆತ್ಮಹತ್ಯೆ ಎಂಬ ಮಾರ್ಗ ಅನೇಕ ಸಲ ನಿನಗೆ ಅನಿಸಿತು. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ಹಗಲ ವೇಳೆ ಹೇಳ್ತಿದ್ದಾರೆ, നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് പണിയാൻ തുടങ്ങും. ನಿನ್ನ ಕುಟುಂಬವನ್ನು ದೇವರು ಕಟ್ಟುತ್ತಾರೆ. ശ്രേഷ്ഠകരമായി പണിയാൻ പോവുക. ಶ್ರೇಷ್ಠವಾಗಿ ಕಟ್ಟುತ್ತಾರೆ. ഉയർച്ചയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുക. ಉನ್ನತಕ್ಕೆ ಆತನು ಕರೆದೊಯ್ಯುತ್ತಾನೆ. ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളെ കർത്താവ് തൊടുക. ನಿನ್ನ ಸಮಸ್ಯೆಗಳನ್ನು ಆತನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. കർത്താവിന്റെ വലിയ വിടുതൽ ഈ ശരീരത്തിലേക്ക് വെളിപ്പെട്ട് വരിക. ಕರ್ತನ ಬಿಡುಗಡೆಯನ್ನು ಈ ಶರೀರದಲ್ಲಿ ಆತನು ಕೊಡುತ್ತಿದ್ದಾನೆ. അതോടുകൂടി ദൈവം നിന്റെ മേലെ ഒരു അധികാരം പകരുക. ಇದರ ಮುಖಾಂತರ ದೇವರು ಒಂದು ಅಧಿಕಾರವನ್ನು ಕೊಡುತ್ತಿದ್ದಾನೆ. കരം തട്ടി ಕರಗಳ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ಶಕ್ತವಾಗಿ ಆತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുക്കാം. ಶಕ್ತಿಯಿಂದ ಆತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. രോഗികളായിരിക്കുന്നവർ കണ്ണുകളടച്ച് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ರೋಗಿಗಳಾಗಿರತಕ್ಕಂತವರು ಮಾತ್ರ ನಿಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ. ನಾನೀಗ ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಆ ಕರಗಳು ಉಯರ್ತಿ പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ರೋಗಿಗಳಾಗಿರತಕ್ಕಂತವರು ಕಣ್ಣು ಮುಚ್ಚಿರಿ. ನಿಮ್ಮ ಬಲಗೈಯನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. യേശുവിൻ നാമത്തിൽ ഈ സമയം രോഗികൾ സൗഖ്യമാകട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗಲಿ. ഈ സമയം ഇവരെ തൊടട്ടെ. ಈ ಸಮಯದಲ್ಲಿ ದೇವರವರನ್ನ ಸ್ಪರ್ಶಿಸಲಿ. ശരീരങ്ങളിൽ ഒരു ഹീലിംഗ്, ಶರೀರದಲ್ಲಿ ಒಂದು ಬೆಂಕಿ ವ್ಯಾಪಿಸಲಿ. കടഭാരങ്ങളിൽ പകൽക്കാലം നിങ്ങളെ വിട്ട് ഓടുകയാണ്. ಸಾಲ ಭಾರಗಳು ನಿಮ್ಮನ್ನ ಬಿಟ್ಟು ಓಡುತ್ತಿವೆ. ഭവനത്തിലെ ചില ബാധ്യതകൾ നിങ്ങളെ വിട്ട് അഴിഞ്ഞു മാറുകയാണ്. ಒಮ್ಮೆ ಕೆಲವು ಸಾಲ ಭಾರಗಳು ಕುಟುಂಬದಿಂದ ಬಿಟ್ಟು ಹೋಗುತ್ತಿವೆ. പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ತಕ್ಷಣ ಕೆಲವು ಬಿಡುಗಡೆ ನಡೀತಾ ಇದೆ. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുന്നു. ನಿಮಗೋಸ್ಕರ ಬೇಗನೆ ಕೆಲವು ಬಿಡುಗಡೆಗಳು ನಡೆಯುತ್ತಿವೆ. പ്രതീക്ഷിക്കാത്ത ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഈ പകൽ തുറന്നു വരികയാണ്. ನೀವು ಯೋಚಿಸದೆ ಇರತಕ್ಕಂತ ಮಾರ್ಗಗಳು ತೆರೆಯಲ್ಪಡುತ್ತಿವೆ. ಇದು നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമത്രേ. ಇವತ್ತು ನಿಮ್ಮ ಅದ್ಭುತದ ದಿವಸವಾಗಿದೆ. ಇದು ಅದ್ಭುತത്തിന്റെ ಸಮಯವത്രೇ. ಇದೊಂದು ಅದ್ಭುತದ ಸಮಯವಷ್ಟೇ. ശക്തിയോടെ കർത്താവിനെ ആരാധന. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. കരം തട്ടി ശക്തിയോടെ കർത്താവിനെ ആരാധന. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ಆರಾಧನೆ ಅಪ್ಪ ಆರಾಧನೆ ಆರಾಧನೆ
ಆರಾಧನೆ ಆರಾಧನೆ ಅಪ್ಪ ಕೈಗಳ ಮೇಲೆ ಬಾಯಿ ತೆರೀತ ಆರಾಧನೆ 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 ಯೇಸುವೇ ನನ್ನ ಪ್ರಾರಂಭವ ನನ್ನ ಸಮಾಪ್ತಿಯ ಅರಿತವರು ನೀವೇ ಕೈಗಳ ಮೇಲೆ ಎತ್ತುತ್ತ ನನ್ನ ಪ್ರಾರಂಭವ ನನ್ನ ಸಮಾಪ್ತಿಯ ಅರಿತವರು ನೀವೇ ಮತ್ತೊಂದು ಸಾರಿ ನನ್ನ ಮಾತನಾಡಿದ ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳಕ್ಕಾಗುತ್ತ ಎಸ್ ಲಾರ್ಡ್ ಅರಿತವರು ನೀವೇ ನಿನ್ನ ಯಾರು ಸೃಷ್ಟಿ ಮಾಡಿಲ್ಲ ದೇವ ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ ನನ್ನ ಕರ್ತ ನಿನ್ನ ಯಾರು ಸೃಷ್ಟಿ ಮಾಡಿಲ್ಲದೆ ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ ನನ್ನ ಕರ್ತ ನಿನಗಾರಾಧನೆ 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 ನನ್ನ ಪ್ರಾರಂಭವ ನನ್ನ ಸಮಾಪ್ತಿಯ ಹೋಲಿ ನನ್ನ ಪ್ರಾರಂಭ ಗ್ಲೋರಿ ಜೀಸಸ್ ನನ್ನ ಸಮಾಪ್ತಿಯ ಅರಿತವರು ನೀವೇ ಅರಿತವರು ನೀವೇ ಒಂದೇ ಮನಸ್ಸಿನಿಂದ ಆರಾಧನೆ 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 ಅಪ್ಪ ಆರಾಧನೆ 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 ಯೇಸುವೆಯ ದಯೆ ತೋರಿಸು ದಾರಿ ತೋರಿಸು ದಯೆ ತೋರಿಸು ದಾರಿ ತೋರಿಸು ದೇವ ಪ್ರಸನ್ನತೆಯಿಂದ ನನ್ನ ಆವರಿಸು ವಿಶ್ರಾಂತಿಯ ನನಗೆ ದಯಪಾಲಿಸು ದೇವರು ಬಲವಾಗಿ ಮಾತನಾಡಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ದೇವರು ಒಬ್ಬೊಬ್ಬರನ್ನು ಪ್ರಭಾತನ ವರಗಳಿಂದ ಮಾತನಾಡಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ದೇವರ ಬೆಂಕಿಯಿಂದ ತುಂಬಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಈ ಮುಂಜಾನೆ ಜಾವದಲ್ಲಿ ಈ ಮೊದಲನೇ ಸೆಕ್ಷನ್ ನಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು ಬಲವಾಗಿ ದೇವರ ಬೆಂಕಿಯಿಂದ ತುಂಬಿದಕ್ಕಾಗಿ ಚೆನ್ನಾಗಿ ಕೈಗಳು ತಟ್ಟಿ ಸ್ತೋತ್ರ ಮಾಡಕ್ಕಾಗುತ್ತಾ ಸ್ತೋತ್ರ 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 ಥ್ಯಾಂಕ್ ಯು ಲಾರ್ಡ್ ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್